ഹലോ. അപ്പോൾ നമ്മുടെ SSC CGL ഇൻറ്റൻസ് മാത്സ് റിവിഷനാണ്. 2025 മെയിൻസിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ഉടനെ ചാടിക്കറി കാണരുത്. ഫസ്റ്റ് തൊട്ടുള്ള വീഡിയോസ് ഈ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾ പോയിട്ട് പാർട്ട് 1 തൊട്ട് കണ്ടാൽ മതി. ഓക്കെ, പാർട്ട് 1 തൊട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് സെറ്റ്. ഇപ്പോൾ നമ്മൾ പാർട്ട് 7 വന്നെത്തി നിൽക്കുന്നത്. ഓക്കെ, അത്രയും ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരുപാട് സമയമൊന്നും ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് നമ്മൾ പ്രോബബിലിറ്റി എന്നുള്ള കുറച്ച് കോൺസെപ്റ്റ്സിൽ കുറച്ച് ക്ലാരിറ്റി വരുത്തും. ആ ക്ലാരിറ്റി വരുത്താനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചില പ്രോബബിലിറ്റിയിൽ നിന്ന് സാധാരണ വരുന്ന നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതുപോലെയല്ല ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യുന്ന രീതിയിൽ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളൊരു കോൺസെപ്റ്റ് നമ്മൾ പ്രോബബിലിറ്റിയിൽ പഠിക്കണം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് പ്രോബബിലിറ്റിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എന്താ? ഒരു ഇവൻറ്റ് അല്ലെ, ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്കം എന്ന് വെച്ചാൽ എന്താ? ഒരു സംഭവം നടക്കുന്നു അല്ലെങ്കിൽ ഒരു സംഭവം സംഭവിക്കുന്നു എന്നുള്ളതിനെ വെച്ചാണ് പ്രോബബിലിറ്റി. ഒരു കൂട്ടം സംഭവങ്ങൾ നടക്കുന്നതിൽ നിന്ന് ഒരു പ്രത്യേക തരം സംഭവങ്ങൾ നടക്കാനുള്ള സാധ്യത. അതുകൊണ്ടാണ് പ്രോബബിലിറ്റിയെ പറ്റി നമ്മൾ എന്ത് പറയുന്നത് ഫ്രാക്ഷനിൽ സംഭവിക്കുന്നത് അല്ലേ? ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ താഴെ എന്താ? ടോട്ടൽ ഔട്ട്കംസ്, അതായത് മൊത്തം സംഭവിക്കുന്ന കാര്യങ്ങൾ. മേളിലെന്ന് പറഞ്ഞാൽ എന്താ? ഫേവറബിൾ ഔട്ട്കംസ്. എഫ് ഞാൻ എഴുതാം. ഫേവറബിൾ ഔട്ട്കംസ്, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്. അപ്പോൾ എന്താ? ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്നുള്ളതുണ്ട്. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് വേണ്ടതാണ്. അതിനെ ഫേവറബിൾ ഔട്ട്കംസ് നമ്മൾ വിളിക്കുന്നു. കുറച്ച് കാര്യങ്ങളോ നമുക്ക് വേണ്ടാത്തതാണ്. അതെന്താ നമ്മൾ നോട്ട് ഫേവറബിൾ, അൺഫേവറബിൾ ഔട്ട്കംസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അൺഫേവറബിൾ ഔട്ട്കംസ് എന്ന് വിളിക്കാം. ഫേവറബിൾ അല്ലാത്തത് അല്ലേ, അങ്ങനെ വിളിക്കാം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫേവറബിൾ, നമുക്ക് വേണ്ടതും നമുക്ക് വേണ്ടാത്തതും. നമുക്ക് വേണ്ടതും വേണ്ടാത്തതും അല്ലേ ഉള്ളൂ. നമുക്ക് വേണ്ടതും വേണ്ടാത്തതേ ഉള്ളൂ. പിന്നെ ഞാൻ മുമ്പുള്ളൊരു ക്ലാസ്സിൽ പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റിയിലാണോ അതോ ഫ്രാക്ഷൻസിലായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിച്ചപ്പോഴാണോ എനിക്കറിയില്ല. നിങ്ങൾ പഴയ ക്ലാസ് പോയി നോക്കിയാൽ അറിയാം. ബഷീറിനെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ, എന്താണ് മാത്സിൽ ഒന്നും ഇമ്മിണി വലിയ ഒന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വലിയ ഒന്നാണ്. എസ്പെഷ്യലി ഫ്രാക്ഷനായിട്ട് ചിന്തിക്കുമ്പോൾ വലിയ ഒന്നാണ്. ആ വലിയ ഒരു ഒന്നിൻ്റെ പല പല ഭാഗങ്ങളാണ്, പല പല ഇപ്പോൾ എക്സ് ബൈ വൈ ബൈ സെഡ് എന്നൊക്കെ പറഞ്ഞ പല ഫ്രാക്ഷൻസ്. ആ ഭാഗങ്ങളൊക്കെ ഒന്നായിട്ട് വലിയ ഒന്നായിട്ടാണ്. നമ്മൾ എണ്ണുന്ന നാച്ചുറൽ നമ്പർ 1 എന്നുള്ള കോൺസെപ്റ്റ് അല്ല അവിടെ. ഇപ്പം ഞാൻ ഈ ഡസ്റ്റർ എടുത്തു. ഈ ഡസ്റ്ററിനെ വെട്ടി 2 കഷ്ണമാക്കുമ്പോൾ ഈ വലിയ ഒന്നിനെയാണ് ഞാൻ 2 കഷ്ണമാക്കുന്നത്. ആ 1 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അത് പ്രോബബിലിറ്റി നടക്കുമ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ഞാനിപ്പോൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നു. ഇവിടെ ഇപ്പോൾ 7 കാര്യങ്ങൾ നടക്കുന്നു. ആ 7 കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ നടക്കുന്ന വലിയൊരു ഒന്നാണ്. മനസ്സിലായോ? വലിയ ഒരു ഒന്നാണ്. ആ വലിയ ഒന്നിൻ്റെ പല ഭാഗങ്ങളാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളതുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഫേവറബിൾ അല്ലാത്തതുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങളിങ്ങനെ നോക്കൂ. ഈ ഒന്നിൽ നിന്നും ഞാൻ ഈ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കംസിൽ ഇത് മാറ്റി ഉള്ളത് നോട്ട് ഫേവറബിൾ, അൺഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം. ഒന്നിൽ നിന്ന് അൺഫേവറബിൾ മാറ്റിയാലോ ഫേവറബിൾ. മനസ്സിലായല്ലോ? അപ്പോൾ ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മാത്രം എടുക്കാതെ തന്നെ എന്ത് പറയാം? 1 മൈനസ് അൺഫേവറബിൾ എന്ന് പറയാം. അൺഫേവറബിൾ കിട്ടാൻ 1 മൈനസ് ഫേവറബിൾ എന്ന് പറയാം. ഈ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഈ കോൺസെപ്റ്റും മൈൻഡിൽ വയ്ക്കുക. കാരണം എന്താണെന്നറിയോ, നമ്മൾ കുറേ പേർക്ക് ഫ്രാക്ഷൻസ് പഠിക്കുമ്പോഴും പ്രോബബിലിറ്റി പഠിക്കുമ്പോഴും ഈ ഒന്നിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ വലിയ ഒന്നും ഇമ്മിണി വലിയ ഒന്ന് പറഞ്ഞ പോലെ വലിയ ഒന്നിൻ്റെ കോൺസെപ്റ്റ് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം. അതുണ്ടെങ്കിലേ നമുക്ക് ഫ്രാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടത് ഇതുപോലുള്ള പ്രോബ്ലംസിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇനി ഇത് എന്തിനാണിത് പറഞ്ഞ് ഇത്രയും ലെങ്തി ആയിട്ട് ഇത് പറഞ്ഞു വന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോബബിലിറ്റിയെ സംബന്ധിച്ച ചോദ്യങ്ങളിൽ നമുക്കൊരു ഇവൻ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്കം, ഒരു സംഭവം, അത് ഈ എന്നൊരു ഔട്ട്കമാണെന്ന് വിചാരിക്കുക. ഈ എന്നൊരു സംഭവം അല്ലെങ്കിൽ ഒരു ഔട്ട്കം. സോ നമ്മളോട് ചോദിക്കുകയാണ്, ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഇ. അതായത് മൊത്തം ഒരു സെറ്റ് കാര്യങ്ങൾ നടക്കുന്നതിൽ ഇ എന്ന് പറയുന്നത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ്, നിങ്ങൾ വ്യക്തമായിട്ട് ഭാഷ മനസ്സിലാക്കണം. ക്വസ്റ്റ്യനിൽ മനസ്സിലായെങ്കിൽ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഇ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഇ, പി ഓഫ് ഇ അല്ല ചോദിച്ചിരിക്കുന്നത്. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഈ നടക്കാനുള്ളതിനെ ഈ നടക്കാത്തതിനോടും നമ്മൾ ബന്ധിപ്പിക്കുന്നതാണ്. അതായത് ഇ എന്ന് പറഞ്ഞത് ഫേവറബിൾ ആയിട്ടുള്ള നടക്കാൻ, ഇ എന്ന് പറയുന്നത് നടക്കാത്ത. ഞാൻ എഴുതുമ്പോൾ മനസ്സിലാവും, ഭാഷയായിട്ട് പറയുമ്പോൾ ഇതാവില്ല. താഴെ എന്താ ഈ നടക്കാത്തത്, അതെന്താ നടക്കാത്ത, എന്താ വലിയ 1, അതിൽ നിന്ന് ഫേവറബിൾ കുറച്ചു, അങ്ങനെയല്ല ഈ അൺഫേവറബിൾ, അതിനോട് എന്താണ് ഈ നടക്കുന്നത്. ഇതാണ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഇ. പ്രോബബിലിറ്റി ഓഫ് ഇ ബൈ എന്താ, എന്തിനെതിരെയാ, ഈ നടക്കാനുള്ള പ്രോബബിലിറ്റി. എന്തിനെതിരെയാ, ഈ നടക്കാത്തതിനെതിരെയുള്ള പ്രോബബിലിറ്റി. അതെന്താ 1 മൈനസ് പി ഓഫ് ഇ. 1 മൈനസ് പി ഓഫ് ഇ നടക്കുന്നതാണെന്ത്, പി ഈ എന്താണ് ഈ നടക്കാത്തത്. മനസ്സിലായോ? മറ്റേ നേരത്തെ ഞാൻ പറഞ്ഞ കോൺസെപ്റ്റുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. അപ്പോൾ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഈ നടക്കാനുള്ളത് എന്തിനെതിരെ, ഈ നടക്കാത്തതിനെതിരെ. അതെന്താ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ഓഡ്സ് എന്താണ് എഗെയിൻസ്റ്റ് വരുമ്പോൾ എന്താവും, ഓഡ്സ് എഗെയിൻസ്റ്റ്. കാരണം SSC പരീക്ഷയിൽ ഈ ഭാഷയായിരിക്കും. ഓഡ്സ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പി നടക്കാത്തത് എന്തിനെതിരെ, പി നടക്കുന്നതിനെതിരെ. ഇവിടുന്ന് അപ്പുറം വരും, ഇത് മേളിൽ പോവും, അത് താഴെ വരും. എന്ത്, ഈ നടക്കാത്തത് നടക്കുന്നതിനെതിരെ. ഈ നടക്കാത്തത് എന്താ, ടോട്ടൽ വലിയ ഒന്നിൽ നിന്ന് ഈ നടക്കുന്നത് മൈനസ് ചെയ്യുന്നതല്ല, ഈ നടക്കുന്നത് മൈനസ് ചെയ്തു. എന്തിനെതിരെ, ഈ നടക്കുന്നതിനെതിരെ, ഈ സംഭവിക്കുന്നതിനെതിരെ. ഈ എന്ന് പറഞ്ഞാൽ ഇവൻ്റ് സംഭവിക്കുന്നതിനെതിരെ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നും കൂടെ പറയാം. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഇ, ഈക്ക് ഫേവറായിട്ടുള്ളത് എന്താ, ഈ നടക്കാനുള്ളത് എന്താ, ഈ നടക്കുന്നത് എന്തിനെതിരെ, ഈ നടക്കാത്തത്. അതെന്താ 1 മൈനസ് ഈ നടക്കുന്നതെന്ന് വെച്ചാൽ പി ഓഫ് പ്രോബിലിറ്റി ഓഫ് ഇ. അതേസമയം ഓഡ്സ് എഗെയിൻസ്റ്റ് ഇ എന്താ, ഈ നടക്കാതിരിക്കുന്നതിനുള്ള ഓഡ്സ് എന്താ, ഈ നടക്കാതിരിക്കാനുള്ള ഓഡ്സ് എന്ന് പറഞ്ഞാൽ ഈ നടക്കാനിരിക്കാത്തത്, ഈ നടക്കാത്തത് പ്രോബിലിറ്റി ഓഫ് ഇ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. എന്താ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ. അപ്പോൾ എന്താ, ഈ നടക്കുന്നില്ല, ഈ സംഭവിക്കുന്നില്ല. ഇപ്പം ഞാൻ ഈ നടക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ, സംഭവിക്കുന്നില്ല, നിങ്ങളുടെ ലിംഗോയിൽ ഏത് വാക്കാണോ നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് അത് യൂസ് ചെയ്തോ. അപ്പോൾ ഓഡ്സ് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇ നോട്ട് ഹാപ്പനിങ് എന്താ 1 മൈനസ് ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ ഹാപ്പനിങ്ങിനെതിരെയാണ്. മനസ്സിലായോ? അപ്പോൾ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറഞ്ഞു, നമുക്ക് വേണ്ട ഔട്ട്കം ബൈ ടോട്ടൽ ഔട്ട്കം. ഓക്കെ, അപ്പോൾ ഇതെന്താ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഇ നോട്ട് ഹാപ്പനിങ് അല്ലേ. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ ഹാപ്പനിങ് എന്ന് വെച്ചാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ ഹാപ്പനിങ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രോബിലിറ്റി ഓഫ് ഇ നോട്ട് ഹാപ്പനിങ്. നേരത്തെ ഞാൻ പൊത്തി വെച്ച് പറഞ്ഞില്ല അത്. ഓക്കെ, ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അങ്ങനെയല്ലേ പ്രോബിലിറ്റി. ബൈ എന്താ, ഇത് എന്തിനെതിരെയാണ് പറയുന്നത്, ഈ നടക്കാനുള്ള ചാൻസിനെതിരെ. അതെന്താ പി ഓഫ് ഇ ബൈ ടോട്ടൽ ഔട്ട്കംസ്. ഈ ടോട്ടലും വെട്ടിയാണ് ഇങ്ങനെ വരുന്നത്. അത് വരുന്നത് എന്താണെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ ഈ കാര്യം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ചില ചോദ്യങ്ങളിൽ നമുക്കിത് വളരെ യൂസ്ഫുള്ളായിട്ട് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്താ മേളിൽ നമ്മുടെ ഒരു എന്താണ് പ്രോബബിലിറ്റി എഗെയിൻസ്റ്റ് 20 ഫോർ 30 എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ നേരത്തെ എന്താ നിങ്ങളോട് പറഞ്ഞേ, ഒരു സെറ്റ് ഓഫ് സംഭവങ്ങൾ നടക്കുന്നു, അത് നമ്മൾ വലിയ 1 എന്ന് വിളിക്കുന്നു ആ ടോട്ടൽ എന്താ, കുറച്ച് നമുക്ക് വേണ്ടത് അതായത് ഫേവറബിൾ, കുറച്ച് നമുക്ക് വേണ്ടാത്തത് അതായത് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ അൺഫേവറബിൾ അല്ലേ. ഈ ഫേവറബിളും ഈ അൺഫേവറബിളും കൂടെ കൂടുമ്പോൾ വരുന്ന എന്താ, ടോട്ടൽ ഔട്ട്കം അല്ലേ. ഈ ഫേവറബിളും നമുക്ക് വേണ്ടതും നമുക്ക് വേണ്ടാത്തതും കൂടെ കൂടുമ്പോൾ എന്താ, ടോട്ടൽ ഔട്ട്കം അല്ലേ സംഭവിക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ എന്താ, ഇവിടെ എന്താ അൺഫേവറബിൾ അല്ലെങ്കിൽ എഗെയിൻസ്റ്റ്, ഇവിടെ എന്താ 4. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ എന്താ വരുന്നത്, ടോട്ടൽ ഔട്ട്കം അല്ലേ. അപ്പോൾ 20, 30, 50 ടോട്ടൽ ഔട്ട്കം എന്ന് നമുക്ക് മനസ്സിലാവും. 50 ടോട്ടൽ ഔട്ട്കം. ഇനി അതല്ല ഈ 0 വെട്ടി 2/3 എന്നാണ് ക്വസ്റ്റ്യനിൽ അപ്പിയർ ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ 2, 3 എന്താ 5 എന്ന് പറഞ്ഞാൽ എന്താ 5 50ൻ്റെ ഫാക്ടർ അല്ലേ.
50ൻ്റെ ഫാക്ടർ അല്ലേ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിൽ മേലെയും താഴെയും വരുന്നത് കൂട്ടുമ്പോൾ ടോട്ടൽ ഔട്ട്കംസ് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ കിട്ടും. ഇത്രയും കാര്യം മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ മനസ്സിലായല്ലോ, മേലെയും താഴെയുള്ളത് കൂട്ടുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ കിട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചോളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇ എന്ന് പറഞ്ഞൊരു ഇവൻ്റ് ഉണ്ടെങ്കിൽ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഇ, അത് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നോട്ട് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ. ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഇ. എന്താണ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ ഈ നടക്കാനുള്ള പ്രോബബിലിറ്റി, ഈ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി. എന്തിനെതിരെ പിച്ച് ചെയ്യുന്നത്? ഈ നടക്കാതിരിക്കാൻ. ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് ഇ. ഓക്കെ, ഇനി എന്താ? ഓഡ്സ് എഗെയിൻസ്റ്റ് ആണെങ്കിലോ? എഗെയിൻസ്റ്റ് ഇ ആണെങ്കിൽ ഈ നടക്കാതിരിക്കാനുള്ളത് മേലെ വരും. 1 മൈനസ് പി ഓഫ് ഇ മേലെ വരും. എന്നിട്ട് എന്താ? പി ഓഫ് ഇ താഴെ വരും. ഇത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഒന്നില്ലെങ്കിൽ എന്ത് വരും? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം വരും, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ വരും. ഇത്രയും കാര്യം മൈൻഡിൽ എന്താണ് നന്നായിട്ട് ഫിക്സ് ചെയ്തോളാം. ഇത്രയും കാര്യങ്ങൾ ഫിക്സ് ചെയ്തുകൊണ്ട് വേണം ഈ തരത്തിൽ ഓഡ്സ് എഗെയിൻസ്റ്റ് ആൻഡ് ഓഡ്സ് ഫോർ എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അത് സോൾവ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ബട്ട് ജസ്റ്റ് ഫോർ ദ മാറ്റർ ഓഫ് ഫാക്ട് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, മൈൻഡിൽ ഉറപ്പിച്ച് വെച്ചിട്ട് ശ്രദ്ധയോടുകൂടി വരുന്ന ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ വരുത്തുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ വായിക്കും. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത് 5/9, പ്രോബബിലിറ്റി ഓഫ് എ നോട്ട് യൂണിയൻ ബി നോട്ട് ഈക്വൽ ടു 13/27, പിന്നെന്താ പ്രോബബിലിറ്റി ഓഫ് എ ഈക്വൽ ടു 11/18, ദെൻ ദ ഓഡ്സ് എഗെയിൻസ്റ്റ് ദ ഇവൻറ്റ് ബി. കണ്ടോ? അപ്പോൾ നേരത്തെ പറഞ്ഞ ടേം ഒന്നില്ലേ, ഓഡ്സ് എഗെയിൻസ്റ്റ് ദ ഇവൻറ്റ് ബി എന്നല്ലേ. നിങ്ങൾ കുറച്ച് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പറോ അല്ലെങ്കിൽ റഫ് പേപ്പറിലോ ഇത് അതുപോലെ എൻ്റെ കൂടെ ചെയ്തു പോരുക. കുറച്ച് ഡീറ്റെയിൽസ് മായ്ച്ച് ഞാൻ പോവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ? ദ ഓഡ്സ് എഗെയിൻസ്റ്റ് ദ ഇവൻറ്റ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനത്തിന് ആദ്യം നമുക്കൊന്നുകൂടെ എഴുതി വയ്ക്കാം. ഓഡ്സ് എഗെയിൻസ്റ്റ് ദ ഇവൻറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ബിക്ക് എതിരെ ഉള്ളത് എഗെയിൻസ്റ്റ് വാട്ട്? ബി വരുന്നത്. ബി സംഭവിക്കാതിരിക്കാൻ സാധ്യതയുള്ളത്, ബി നടക്കാതിരിക്കാൻ സാധ്യതയുള്ളത് എഗെയിൻസ്റ്റ് ബി നടക്കാൻ ഉള്ള സാധ്യത അല്ലേ? ബി നടക്കാനുള്ള സാധ്യത. ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യാം. ഇവിടെ എന്താ? നമുക്ക് എ എന്നും ബി എന്നും പറഞ്ഞ രണ്ട് ഇവൻ്റ് അല്ലേ? രണ്ട് ഇവൻ്റാണ്. ഓക്കെ, നിങ്ങൾ ഒരു വെൻ ഡയഗ്രാം വരയ്ക്കുക. നമുക്കെന്താ? എ എന്നും ബി എന്നും പറഞ്ഞിട്ട് രണ്ട് ഇവൻ്റ് ഉണ്ട് അല്ലേ? എ എന്നും ബി എന്നും പറഞ്ഞിട്ട് രണ്ട് ഇവൻ്റ് ഉണ്ട്. ഒരു യൂണിവേഴ്സൽ സെറ്റും ഉണ്ട്. ഒരു യൂണിവേഴ്സൽ സെറ്റും വരയ്ക്കുമല്ലോ നമ്മൾ വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ. ഒരു യൂണിവേഴ്സൽ സെറ്റും ഉണ്ട് ആണല്ലോ. ഇതിൽ എന്തൊക്കെ ടൈപ്പ് ഡാറ്റ കിടപ്പുണ്ട്? എക്കകത്തുള്ള ഡാറ്റ, അതിനെ നമുക്ക് എ എന്ന് വിളിക്കാം. ഈ രണ്ടും കൂടെ കോമൺ ആയിട്ടുള്ള വരുന്നുണ്ട്, അതിനെ നമുക്ക് ബി എന്ന് വിളിക്കാം. ബിക്കകത്തുള്ളതിനെ സി എന്ന് വിളിക്കാം. അതല്ലാതെ മൊത്തത്തിൽ കിടക്കുന്നുണ്ടല്ലോ, ഇതല്ലാതെ ഈ വട്ടമൊന്നും അല്ലാതെ കിടക്കുന്ന സ്ഥലം, അത് ഡി ആണേ, അത് ഡി ആണ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലോട്ട് ഫോക്കസ് ചെയ്യാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ഓഡ്സ് എഗെയിൻസ്റ്റ് ദ ഇവൻറ്റ് ബി, അതായത് ബി നടക്കാതിരിക്കാനുള്ള സാധ്യത. എന്തിനെതിരെ? ബി നടക്കാനുള്ള സാധ്യതയ്ക്കെതിരെ അല്ലേ? അല്ലേ. ഇനി വെൻ ഡയഗ്രാമത്തിലോട്ട് നോക്കിയേ. ബി നടക്കാതിരിക്കാനുള്ള സാധ്യത എന്താ? ബി എന്ന് പറഞ്ഞ വട്ടത്തിന് പുറത്തുള്ളത് എന്തൊക്കെയാ? എയും ഡിയും അല്ലേ? അല്ലേ. അപ്പോൾ ബി നടക്കാതിരിക്കാനുള്ള സാധ്യത എന്താ? എ ഡി. കാരണം എന്താ? ബി നടക്കാനുള്ള സാധ്യത ബി എന്ന് പറഞ്ഞ വട്ടത്തിനകത്തല്ലേ? ബിയും സിയും ഉണ്ടല്ലോ. ബി നടക്കാതിരിക്കാനുള്ള സാധ്യത എയും ഡിയും ആണ്. അപ്പോൾ എ പ്ലസ് ഡി എന്തിനെതിരെ? ബി നടക്കാനുള്ള സാധ്യതയ്ക്കെതിരെ. അതെന്താ? ബി നടക്കാനുള്ള സാധ്യത എന്തുവാ? ബി പ്ലസ് സി അല്ലേ?
അതന്നെയല്ലേ? തെറ്റിയിട്ടില്ലല്ലോ? ഇല്ല. A+D/B+C എന്നാണ് നമ്മുടെ ഉത്തരം വരാനുള്ളത്, അല്ലേ? ഉത്തരം വരാനുള്ളത് ആ ഒരു ഫോമിലാണ് ഉത്തരം വരാനുള്ളത്. ഇനി ശ്രദ്ധിക്കുക, അതവിടെ അത്ര ഇരിക്കട്ടെ. ഓക്കെ, A+D/B+C ആണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലോട്ട് വരൂ. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് എന്തൊക്കെയാണ്? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഉണ്ട്, അല്ല ഇങ്ങനെ 3 ഫ്രാക്ഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് ഈ ഡിനോമിനേറ്റേഴ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ വേറെ വേറെ നിൽക്കുന്ന നമുക്ക് നല്ലൊരു പരിപാടി അല്ല, അറിയാമല്ലോ. കാരണം എന്താ, ഞാൻ നേരത്തെ കാണിച്ചപ്പോഴും പറഞ്ഞു, ഡെമോൺസ്ട്രേറ്റ് ചെയ്തപ്പോഴും നിങ്ങളോട് പറഞ്ഞു, നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് എഴുതിയിട്ട് ടോട്ടൽ നമ്പർ എന്ന് എഴുതിയിട്ട് നമ്മളിങ്ങനെ അടി എഴുതുമ്പോൾ നമുക്ക് വെട്ടിപ്പോകാനായിട്ട് ഡിനോമിനേറ്റർ ഒരുപോലെ ഇരുന്നാലല്ലേ നല്ലത്? ഡിനോമിനേറ്റർ ഒരുപോലെ ഇരുന്നാലാണ് നല്ലത്. അപ്പോൾ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കാൻ എന്ത് ചെയ്യണം? LCM എടുക്കണം. എന്തിൻ്റെയൊക്കെ LCM എടുക്കണം? ഇവിടെ എന്താ ഡിനോമിനേറ്റർ 9, ഇവിടെ എന്താ ഡിനോമിനേറ്റർ 27, ഇവിടെ എന്താ ഡിനോമിനേറ്റർ 18. LCM എടുക്കണം. പ്രൈം നമ്പർ ആക്കുമ്പോൾ എന്താ? 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്, 27 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ഇൻറ്റു 3 ആണ്, അതായത് 3 ക്യൂബാണ്. 18 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 6 ആണ്, അതായത് 3 ഇൻറ്റു 3 ഇൻറ്റു 2 ആണ്, അതായത് എന്താ 3 സ്ക്വയർ ഇൻറ്റു 2 ആണ്, 3 സ്ക്വയർ ഇൻറ്റു 2 ആണ്. അപ്പോൾ എങ്ങനെയാണ് LCM എടുക്കുന്നത്? ഏറ്റവും വലിയ എടുക്കൂ, 3 ക്യൂബ് അല്ലേ, ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്താ? 3 ക്യൂബ് എന്താ? 27. 27 ഇൻറ്റു 2 എന്താ? 54. അപ്പോൾ 54 ആണ് LCM. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് 54 ആക്കണം, എല്ലാ സ്ഥലത്തും 54 ആക്കണം. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? എല്ലാ സ്ഥലത്തും 54 ആക്കണം, എല്ലാ സ്ഥലത്തും 54 ആക്കണം. അപ്പോൾ എന്താ? P ഓഫ് A യൂണിയൻ B 54 ആക്കിക്കേ. ഡിനോമിനേറ്റർ 54 ആകുന്നത് എങ്ങനെയാണ്? 9നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 54 വരുന്നത്? 6 ഉണ്ട്. അപ്പോൾ 54. അപ്പോൾ മേളിൽ എന്ത് വരും? 5 ഇൻറ്റു 6 30. അടുത്തെന്താ? P ഓഫ് A നോട്ട് യൂണിയൻ B നോട്ട് 54 ആക്കിക്കേ. 27 എങ്ങനെയാണ് 54 ആക്കുന്നത്? 27 ഇൻറ്റു 2 അല്ലേ? അപ്പോൾ എന്താ? 27 മേളിൽ എന്താ? 13 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എന്താവും? 26 വരും. അപ്പോൾ P അതങ്ങനെ വരും. അടുത്തെന്താ? P ഓഫ് A പ്രോബിലിറ്റി ഓഫ് A താഴെ 54 ആക്കുന്നത് എങ്ങനെയാ? 18 ഇൻറ്റു 3 അല്ലേ? അതെ, 18 ഇൻറ്റു 3. അപ്പോൾ മേളിൽ എന്താ? 11 ഇൻറ്റു 3. അപ്പോൾ 33 ഇത് 54 ആണേ, എഴുതിയപ്പോൾ മാറിപ്പോയത്. 54 33/54. ആഹാ, സുന്ദരമായി, എല്ലാം 54 ആയി അല്ലേ? അപ്പോൾ നല്ല ക്ലീൻ ആയില്ലേ? ഇനി എന്താ? കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കുക. ഇവിടെയുള്ള എല്ലാം താഴെ വന്നിരിക്കുന്നത് എന്താ? പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞാൽ എന്താ? A നടക്കാനുള്ളത് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇതെന്താ? ഇത് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ഇത് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ 54 എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ്. 54 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണെന്ന് ഉറപ്പായി ഇല്ലേ? ഓക്കെ, 54 അന്ന് മനസ്സിലായല്ലോ. ഇനി നേരെ ഫോക്കസ് ചെയ്തേ വെൻ ഡയഗ്രാത്തിലോട്ട് കൊണ്ടുപോവാ. എന്താ ഞാൻ പറഞ്ഞത്? A എന്ന് പറഞ്ഞാലും B എന്ന് പറഞ്ഞാലും C എന്ന് പറഞ്ഞാലും D എന്ന് പറഞ്ഞാലും ഇവൻസ് ആണ്. കാര്യങ്ങൾ ഇവൻസ് അല്ല, ഫേവറബിൾ ഇവൻസ് ആണ്. എല്ലാം കൂടെ ഉള്ള ഇവൻ്റ് ആണ്. എക്കകത്തുള്ള ഇവൻസ് ആണ് എയും ബിയും, ബിക്കകത്തുള്ള ഇവൻസ് ആണ് ബിയും സിയും, അതല്ലാത്തതാണ് ഡി. ഇതെല്ലാം കൂടെ ഉള്ളത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അതെന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 54 അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്താ? A പ്ലസ് B പ്ലസ് C പ്ലസ് D എന്താ? 54 എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. A പ്ലസ് B പ്ലസ് C പ്ലസ് D ഈക്വൽ ടു 54 എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 54 ആണല്ലോ. നമുക്ക് എന്തിലോട്ടാണ് വരണ്ടേ? ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? A+D/B+C അല്ലേ? A+D/B+C. അയ്യോ, പ്രധാനപ്പെട്ടൊരു കാര്യം വിട്ടു. ക്വസ്റ്റ്യൻ വരട്ടെ ഇവിടെ. ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു എന്താ? ഈ ഓഡ്സ് എഗെയിൻസ്റ്റ് ചോദിക്കുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ കൂട്ടുമ്പോൾ എന്താ കിട്ടുന്നത് ഞാൻ പറഞ്ഞു. ഒന്നില്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കിട്ടും അല്ലേ? അല്ലെങ്കിൽ എന്താ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടുമ്പോൾ ഒന്നില്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടർ കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പറഞ്ഞു നിർത്തിയല്ലേ ഉള്ളൂ. അതെവിടെ അപ്ലൈ ആവുന്നത്? എന്തേ നോക്കിക്കോ, ഓപ്ഷൻസിലോട്ട് നോക്കിക്കേ. എന്താ? 47/7, 7/57, 38/17, 29/25. അതായത് ഇതാണല്ലോ. ഇതെന്താ? ബി നടക്കാൻ സാധ്യതയില്ലാത്തത്, ബി നടക്കാൻ സാധ്യതയുള്ളത്.
രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്ത് വരണം? ഒന്നില്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് വരണം, അതായത് 54 വരണം, അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഫാക്ടർ വരണം അല്ലേ? നോക്ക്, എ എന്താ 47 7 എന്ത് തന്നെ വന്നു? 54 തന്നെ വന്നു. അപ്പോൾ എ ആവാൻ സാധ്യതയുണ്ട്. പിന്നെന്താ ബി എന്താ? 57 7 64 വരുമോ? ഫാക്ടറേ ആവത്തില്ല അല്ലേ? ബി അല്ല. സി എന്താ? 38 17 എന്ത് വരും? നമ്മുടെ 55 അല്ലേ വരുന്നത്? അതെ, ആവോ? ഇല്ല. പിന്നെന്താ ഡി എന്താ? 29 25 തന്നെ അല്ലേ? അതെ, 29 25 എന്താ? 54 അതും വന്നു. അപ്പോൾ എയും ഡിയും വന്നു. കണ്ടോ? എയും ഡിയും വന്നു. അപ്പോൾ എയോ ഡിയോ ആൻസർ ആവത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ എന്താ മേളിലത്തും താഴത്തും കൂടെ കൂട്ടിയിട്ട് ആണോ നോക്കുന്നതിൻ്റെ ഗുണം മനസ്സിലായോ? പതുക്കെ പോയാൽ മതി. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പം നമുക്ക് എന്താ എയോ ഡിയോ ആണോ എന്ന് ഉറപ്പിക്കാം. ഒന്നില്ലെങ്കിൽ എ ആയിരിക്കും, അല്ലെങ്കിൽ ഡി ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ലക്കി ആയിട്ട് എ മാത്രമേ വരുന്നെങ്കിൽ എന്താ, നമുക്ക് ഇതിനകത്തോടൊന്നും പോകേണ്ട കാര്യമില്ല. എ ടിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പണി നോക്കി പോവാം. മനസ്സിലായി? അതാണ് ഗുണം. പക്ഷേ ഇവിടെ ഇൻ കേസ് എയും ഡിയും ഓപ്ഷൻസിൽ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ എ 47/7 അല്ലെങ്കിൽ ഡി 29/25 അതായിരിക്കും ഉത്തരം വരുന്നത്. എന്താണെന്ന് നോക്കാം അല്ലേ? ഏതെങ്കിലും കിട്ടിയാൽ മതി. നമുക്ക് എന്താ A+D/B+C വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് എഴുതി വെച്ചോ, ഒന്നില്ലെങ്കിൽ എയോ അല്ലെങ്കിൽ ഡിയോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം യൂസ് ചെയ്തിട്ട് നമ്മളെന്താ അതിനെ അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന പല പല സിറ്റുവേഷൻസ് നമ്മൾ പോകെ ചെയ്യുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും. വെറുതെ എപ്പോഴും എന്താ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മളത് ചെയ്യണമെന്നില്ലല്ലോ. നമ്മളത് ഫോർമുല യൂസ് ചെയ്ത് ചെയ്യണമെന്നില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ഡി അങ്ങനെ വരുന്നത് മനസ്സിലായല്ലോ. മനസ്സിലായില്ലെങ്കിൽ ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ കാണുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ടൈം സ്റ്റാമ്പ് മെൻഷൻ ചെയ്തിട്ട് എന്നോട് ചോദിക്കുക. ഓക്കെ അപ്പോൾ ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ഡി നമുക്ക് കണ്ടുപിടിക്കാം. എന്താണെന്ന് കണ്ടുപിടിക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നോക്ക്. എന്നിട്ട് ക്വസ്റ്റ്യനിലോട്ട് നോക്ക്. പി ഓഫ് എ യൂണിയൻ ബി നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടുത്തെ എടുത്താൽ മതിയേ. നമ്മൾ LCM വെച്ച് എടുത്താൽ മതി. കാരണം എന്താ, ഇതിൽ പോയി പിന്നെ അബദ്ധം കാണിക്കരുത്. കാരണം നമ്മൾ ഓൾറെഡി 54 എന്നുള്ള സാധനത്തിലോട്ട് മാറ്റിയിട്ടാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ടേംസിൽ തന്നെ നോക്കണം. അതാണ് കണക്കിലെ ന്യായം. അതിൻ്റെ ടേംസിൽ തന്നെ നോക്കണം. ഓക്കെ, പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 30. ഈ താഴെയുള്ള നോക്കണ്ട. കാരണം എന്താ അറിയോ, 54 എല്ലാം കോമണാണ്, വെട്ടിപ്പോവല്ലോ. അപ്പോൾ താഴെയുള്ള നോക്കണ്ട. പി ഓഫ് എ യൂണിയൻ ബി വന്നിട്ടുള്ള എന്താ 30. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? എയിലും ബിയിലും ഉള്ളത് അതെന്തൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അതെന്താ? A+B+C. A+B+C എന്താ വന്നിട്ടുള്ളത്? 30. ഓക്കെ, 30 അതെഴുതി. പിന്നെന്താ ഇതിനകത്തോട്ട് നോക്കിയേ. പി ഓഫ് എ നോട്ട് യൂണിയൻ ബി നോട്ട്. എയിലല്ലാത്തത് എന്താ ഉള്ളത്? എ എന്ന് പറഞ്ഞ വട്ടത്തിന് പുറത്തുള്ള എന്താ ഉള്ളത്? പൊത്തിപ്പിടിച്ച് നോക്കിയാൽ സിയും ഡിയും അല്ലേ? എയിലല്ലാത്ത ഉള്ളത് എന്താ? സിയും ഡിയും. ഒരു മിനിറ്റ്, ഇങ്ങോട്ട് എഴുതാം. ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആവില്ലല്ലോ. അപ്പോൾ ഇതാണ് എയിലല്ലാത്തതുള്ളത്, സിയും ഡിയും. അത് എന്തുമായിട്ടാണ് യൂണിയൻ ചെയ്യണ്ടേ? ബിയിലല്ലാത്തത് എന്താ ഉള്ളത്? ബി പൊത്തിപ്പിടിച്ചാൽ എന്താ വരുന്നത്? എയും ഡിയും അല്ലേ? അപ്പോൾ എയും ഡിയും. അപ്പോൾ അതെന്താ? അത് യൂണിയൻ ചെയ്യുമ്പോൾ എന്ത് വരും? കോമൺ ആയിട്ടുള്ളത് കോമൺ വരും, അല്ലാത്തതല്ലാതെ വരും. അപ്പോൾ എന്താ? എയും, ഒരു മിനിറ്റ്, എയിലല്ലാത്തത് സിയും ഡിയും, ബിയിലല്ലാത്തത് എയും ഡിയും. അപ്പോൾ യൂണിയൻ ചെയ്യുമ്പോൾ എന്ത് വരും? ACD അല്ലേ? അപ്പോൾ ACD വരും. അതെന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? 26. അപ്പോൾ A+C+D = 26. മനസ്സിലായല്ലോ വന്നാൽ എങ്ങനെയാന്ന്? അപ്പോൾ A+C+D 26 കിട്ടി, A+B+C 30 കിട്ടി. നമുക്ക് വേണ്ട A+D. അപ്പം നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ, A+D നമുക്ക് വേണ്ടത്. അപ്പോൾ A+C+Dയിൽ സി അങ്ങോട്ടിട്ടാൽ A+D കിട്ടില്ലേ? അപ്പം അതെങ്ങനെ ഇടും? ദേ ഇവിടെ ഉണ്ട്. ഒരു മിനിറ്റ്, അതെങ്ങനെ ഇടും? എ കിട്ടണമല്ലോ. A+D കിട്ടണമെങ്കിൽ സി അപ്പുറത്ത് പോകണം. ദേ നോക്ക്. A+B+C എന്തുവാ? 30. ഒരു മിനിറ്റ്, അതിനൊരു പരിപാടി ഉണ്ട്. നമ്മൾ ഇതെടുത്തില്ലല്ലേ? അയ്യോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
പി ഓഫ് എ 33 അല്ലേ, പി ഓഫ് എ 33, അതെന്താ എന്താ എ പ്ലസ് ബി അല്ലേ, എക്കകത്തുള്ളത് എ പ്ലസ് ബി അല്ലേ, എ പ്ലസ് ബി എന്താ 33. അപ്പം കാര്യം എളുപ്പമായി. കാരണം എന്താണെന്നറിയോ, എ പ്ലസ് ബി 33 അല്ലേ, അപ്പോൾ അതിവിടെ ഇടുക. അതായത് എന്താ 33 അല്ലേ പ്ലസ് സി ഈക്വൾ ടു 30 എന്ന് പറഞ്ഞാൽ എന്താ, സി എന്താ 30 മൈനസ് 33 എന്ന് പറയുമ്പോൾ എന്താവും -3 വരും. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ -3. സി -3 ആയല്ലോ, സി -3 ആയില്ലേ, ഓർത്ത് വെച്ചോ, എഴുതി വെച്ചോ, സി -3. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ടാൽ പോരെ. എ പ്ലസ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, എ പ്ലസ് സി പ്ലസ് ഡി ഈക്വൾ ടു 26. സി -3, അപ്പോൾ -3 അപ്പുറത്ത് പോകുമ്പോൾ +3 ആവും. എന്തിൻ്റെ കൂടെ പ്ലസ് ചെയ്യുന്നത്, 26ൻ്റെ കൂടെ എന്താവും 29. അതായത് എന്താ എ പ്ലസ് ഡി ഈക്വൾ ടു 29. ഇത്രയും ചെയ്താൽ മതി, കിട്ടിയില്ലേ. കാരണം എന്താ എ പ്ലസ് ഡി ആണ് നമുക്ക് വേണ്ടത്. ന്യൂമറേറ്ററിൽ 29, ന്യൂമറേറ്ററിൽ 29 ഉള്ള ഏതാ, എയും ഡിയും ആണ് നമ്മൾ എടുത്തു വെച്ചിരുന്നത് അല്ലേ. നമ്മുടെ മുമ്പിലുള്ള ഇതൊക്കെ മായ്ക്കുവാണേ, നമ്മളെ മുമ്പിൽ നമ്മൾ ഉത്തരം എന്ന രീതിയിൽ എടുത്തു വെച്ചിരുന്നത് എന്താ, ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ഡി. ഇതിലേതിലാണ് ന്യൂമറേറ്ററിൽ 29 വരുന്നത്, ഓപ്ഷൻ ഡി അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി 29/25 ഉത്തരം. മനസ്സിലായോ. അപ്പോൾ ഇവിടെയും നമ്മൾ ഗസ്സിങ് നടത്തി, മുഴുവൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ബി പ്ലസ് സി പോയി ചെയ്യണോ, ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ബി പ്ലസ് സിയോ അതൊന്നും പോയി നോക്കി ചെയ്യേണ്ട കാര്യമില്ല. എ പ്ലസ് ഡി തന്നെ കിട്ടി, കണ്ടോ, ഇത്രയും ഡാറ്റ നമുക്കത് കിട്ടിയില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച എന്താണ്, ഇവിടെ നമ്മൾ ഉപയോഗിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇപ്പോൾ എങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഫസ്റ്റ് ചെയ്തത് ക്വസ്റ്റ്യൻസിലെ എല്ലാത്തിനെയും ഡിനോമിനേറ്ററിനെ സെയിം ആക്കി. എന്തുപയോഗിച്ചു, LCM ഉപയോഗിച്ചു. 2 ക്വസ്റ്റ്യനിലെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ വെൻ ഡയഗ്രാമിൽ രേഖപ്പെടുത്തി. 3 എന്താ, ഇതുപോലെ ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്താ ന്യൂമറേറ്ററിൽ എന്താ ബി അല്ലാത്തത് താഴെ ബി ആയത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താ ഫേവറബിൾ ഔട്ട്കം വരും എന്നുള്ള ലോജിക്ക് വെച്ചിട്ട് ഓപ്ഷൻ ക്യാൻസൽ ചെയ്തു. ഓപ്ഷൻ ക്യാൻസലേഷൻ. ഈ 3 ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാമല്ലോ. വെറുതെ ഫോർമുലയുടെ പുറകെ പോകണ്ടല്ലോ. അപ്പോൾ ഇത് ഇപ്പം ഇച്ചിരി പതുക്കെ ചെയ്തില്ലേ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കൺമുന്നിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അതിലും പ്രാക്ടീസ് ചെയ്തിട്ട് എന്താ നിങ്ങൾ അതേ ടെമ്പോയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ കാര്യങ്ങൾ ഓക്കെ ആവും. ഞാൻ പറഞ്ഞ പോലെ ഓക്കെ ആയിട്ടില്ലെങ്കിൽ പതുക്കെ ഒന്നും കൂടെ പുറകെ വന്ന് വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ എഴുതി നോക്കുക. മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റിൽ ഡെഫിനറ്റ്ലി പറയുക. ഓക്കെ, ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോകെ പല ചോദ്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ എസ്റ്റാബ്ലിഷ് ആയിക്കോളും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിൽ പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് എന്നാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന പോലെ തന്നെ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ 10 meter ഹൈ ബിൽഡിംഗ്. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിയില്ല. ഹൈ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഹൈ ബിൽഡിംഗ് ഈസ് 60 degree. So if the distance between the tower building and the building is 50√3 meter, find the height of the tower. ഓക്കെ, അപ്പോൾ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ, എന്നിട്ട് എഴുതി വെച്ചോ, എന്നിട്ട് എൻ്റെ കൂടെ സോൾവ് ചെയ്തോ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ടവർ ഉണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിങ്ങിന് പൊക്കം കുറവാണ്, 10 മീറ്ററേ ഉള്ളൂ അല്ലേ. അതാ പറഞ്ഞിരിക്കുന്നത്. ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ, താഴെ ഗ്രൗണ്ട് ഉണ്ട്. എന്താ, ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ 10 meter ഹൈ ബിൽഡിംഗ് ഈസ് 60 degree. അതായത് ഈ ടവറിൻ്റെ മേളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അതായത് ഈ നേർരേഖയിൽ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ 60 degree ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ, അതുമാത്രമല്ല ഈ ടവറും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 50√3 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടവറിൻ്റെ ഹൈറ്റ്, ഓക്കെ, നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ ലെവലിൽ നിന്ന് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു അല്ലേ. അപ്പോൾ എന്താ, ഇവിടെ 10 ആണെങ്കിൽ എന്താ ഇവിടെയും 10 മീറ്ററാണ്. അപ്പോൾ ബാക്കി കണ്ടുപിടിച്ചാൽ പോരെ. ബാക്കി എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ഇത് 50√3 ആണെങ്കിൽ എന്താ ഇതും 50√3 ആണ്. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെയും 60 ആണ് അല്ലേ. അറിയാമല്ലോ, കാരണം എന്താ, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 30 ആണ്, അപ്പോൾ ഇവിടെ 60 ആണ്. അല്ലെങ്കിൽ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 2 പാരലൽ ലൈൻസിന് നടുക്കല്ലേ, അപ്പോൾ ഇവിടെ 60 ആണ്. അപ്പോൾ നമ്മൾ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിൽ പഠിച്ചിട്ടുള്ള എന്താ, പുതിയതായിട്ട് പഠിക്കുന്നവരോടല്ല, മെയിൻസിൽ ഓൾറെഡി ടയർ 2 മെയിൻസോ എഴുതാനുള്ള ആൾക്കാരോടാണ്. അവർക്കറിയാമല്ലോ എന്താ 60ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്താ, 60ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് പിടിക്കാൻ ഇതിനെ 60യുടെ അടുത്തുള്ള സൈഡിനെ അഡ്ജസ്റ്റൻറ്റ് സൈഡിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
അങ്ങനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത് 50 √3 എന്ന് പറയുമ്പോൾ √3 3 വരും. 50 3 150. അപ്പോൾ ഇത് 150 വരും. അപ്പോൾ മൊത്തം നീളം എന്താ 150 10 160 മീറ്റേഴ്സ് വരും. ഏതാ ഓപ്ഷൻ ഡി 160 മീറ്റേഴ്സ് വരും. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ള ചോദ്യമാണ്. എളുപ്പത്തിലുള്ള ചോദ്യം ഉണ്ട് എന്നും കൂടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പരീക്ഷയുടെ ഒരു ഫീൽ കിട്ടണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള എളുപ്പത്തിലുള്ള ചോദ്യങ്ങളും വരും പെട്ടെന്ന്. ഇത് എനിക്കറിയാം, ഇത് അറിയുന്നവർ ഇങ്ങനെയൊന്നും വരച്ച് നോക്കില്ല. ഈ പിക്ചറൊക്കെ മൈൻഡിൽ കൊണ്ടുവന്നതിന് ശേഷം പെട്ടെന്ന് അത് ടിക്ക് ചെയ്ത് പോകും. അപ്പോൾ തെറ്റിക്കരുത്. വളരെ ഇങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള ഒരു ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ തെറ്റിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റിക്കാനുള്ള ചാൻസസിലോട്ടും പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിൽ പോവാം. അപ്പോൾ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ റിവിഷൻ അല്ലേ, അപ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ടല്ലോ, ഫിഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചില റേഷ്യോസ് ഉണ്ടല്ലോ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസസിൻ്റെ, അതും റിവൈസ് ചെയ്ത് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പക്ഷേ സ്റ്റിൽ അത് റിവൈസ് ചെയ്താൽ നിങ്ങൾക്കൊന്നും കൂടെ മൈൻഡിലിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ ഓർത്തോ, കുറേ പേർക്ക് അറിയുന്നതായിരിക്കും, അറിയില്ലെങ്കിൽ ഓർത്തോ. അതായത് 3 ടൈപ്പ് ഫിഗറാണ്. നമുക്കിവിടെ ഒരു ലൈനുണ്ട്. ഈ ലൈനിൽ നിന്ന് തന്നെ 2 ടൈപ്പ്, ഈ ലൈനുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു മതിലുണ്ട്. ഈ ലൈനിൽ നിന്ന് 2 ടൈപ്പ് ആംഗിൾസ് ഉത്ഭവിക്കുകയാണ്. നമ്മൾ മെയിനായിട്ട് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിൽ എന്ത് ടൈപ്പ് ആംഗിൾസാണ് പറയുക? ഒന്ന് 30 ഡിഗ്രിയും പിന്നെ 60 ഡിഗ്രിയും. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് നേരത്തെ അല്ലേ. അപ്പോൾ ഈ ലൈനിൽ നിന്ന്, ഈ കോമൺ ആയിട്ടുള്ള ഈ ബേസിൽ നിന്ന്, ഇവിടെ ഈ ബേസ് കോമൺ ആണ്, 30 ഡിഗ്രിയുടെ ഒരു ആംഗിൾ ഉത്ഭവിക്കുന്നു. അപ്പോൾ അത് എവിടെ നിന്നായിരിക്കും? ഇവിടെ നിന്നല്ലേ. കാരണം 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊട്രാക്ടറൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, 30 ഇങ്ങോട്ടല്ലേ, 60 ഇങ്ങോട്ടാണെങ്കിൽ 30 ഇങ്ങോട്ടാണ് വരും. അപ്പോൾ 30 എന്ന് പറഞ്ഞാൽ ചെരിവ് കൂടുതലാണ് അല്ലേ. അപ്പോൾ ചെരിവ് കൂടുമ്പോൾ ഇവിടുന്ന് വരണം. ഇവിടുന്ന് വന്നാൽ ചെരിവ് കുറവല്ലേ, ഇങ്ങനെ പോകില്ലേ. അപ്പോൾ ചെരിവ് കൂടുതൽ. അപ്പോൾ ഇവിടുന്ന് ആയിരിക്കും 30 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ഇത് 30, ചെരിവ് കുറവുള്ള 60, അപ്പോൾ ഇവിടുന്ന് 60. ഓക്കെ, ഇത് രണ്ടും ഒരേ സെയിം ബേസ് അല്ലേ, ബേസാണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമ്മൾ പറയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. ഇവിടെ നീളം കൂടുതലുള്ളത് ഏത് ആംഗിളിനാണ്? ഈ 60 ഇതിനാണോ കൂടുതൽ, 30ക്കല്ലേ കൂടുതൽ? ഓക്കെ, അപ്പോൾ കുറവുള്ളത് 60ക്കാണ്. അപ്പോൾ അത് 1 എന്ന് എടുക്കുക. ഇങ്ങനെ പഠിക്കണം. കുറവുള്ളത് 60ക്കാണ് 1. 30ക്കോ കൂടുതലുണ്ട്. 30 എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് എഴുതരുത്, കാരണം അത് ഇത്രയേ ഉള്ളൂ. 30 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത് മുഴുവനാണ്. ഇത് മുഴുവൻ എത്ര വരും? 3. അതാണ് റേഷ്യോ. 1:3 എന്നുള്ളതാണ് ടോട്ടലിൻ്റെ റേഷ്യോ. ഈ 60യുടെ ഇതും 60യുടെ കണ്ടോ, ഈ ലൈനും 30യുടെ ഈ ലൈനും തമ്മിലുള്ള റേഷ്യോ 1:3 എന്നാണ്. ആണല്ലോ. അപ്പോൾ ഇത് മുഴുവൻ 3 ആണെങ്കിൽ ഇതെന്താ ഈ ഭാഗം മാത്രം, അതിൽ നിന്ന് 3 2. അപ്പോൾ 1:2 1:3. ഇങ്ങനെ 2 റേഷ്യോ ഉണ്ട്. മനസ്സിലായി? ഇങ്ങനെ 2 റേഷ്യോ ഉണ്ട്. 1:3 1:2. ഇങ്ങനെ തൊട്ട് തന്നെ പഠിക്കണം. 1 60യുടെ ഇത്രയും ടോട്ടൽ 3 1 60യുടെ ഇത്രയും ഇതും തമ്മിലുള്ളത് 2 അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇങ്ങനെ ഓർത്താൽ മതി. സെയിം ബേസ് ഉള്ളതിൽ നമ്മൾ എപ്പോഴും പറയുമ്പോണ്ടല്ലോ 30:60 എന്ന രീതിയിൽ നമുക്ക് പറയാം. സ്റ്റാൻഡേർഡായിട്ട് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുന്നല്ലേ. അപ്പോൾ 30:60 എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 30 ഡിഗ്രിക്ക് അടുത്തുള്ള, അതായത് ഇത് വലുത്, അതും 60 ഡിഗ്രിക്ക് അടുത്തുള്ളതും തമ്മിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3:1 ആണ്. ഏത് കേസിൽ? സെയിം ബേസിൻ്റെ കേസിൽ 3:1 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ 2:1 ആണ്. ഓക്കെ, ഇനി അടുത്ത കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? സെയിം ബേസ് അല്ല, ഇത് എന്താ പറയുക, സെയിം ബേസ് അല്ല, ഡിഫറെൻറ്റ് ബേസ് ആണ്. അതായത് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു മിനിറ്റ്, ഒരു തെറ്റ് പറ്റി. ഓക്കെ, അപ്പോൾ എഴുതിയതിനെക്കുറിച്ച് ഓർത്തൊരു കൺഫ്യൂഷൻ വന്നാൽ വേറെ ഒന്നുമില്ല, തെറ്റല്ല. സെയിം ബേസ് തന്നെ. ഇവിടെയാണ് സെയിം ബേസ്, രണ്ടിനും കൂടെ സെയിം ബേസ് ഉള്ളതില്ല. ഇവിടെ ഡിഫറെൻറ്റ് ബേസ് ആണ്. കാരണം ഇവിടെ വരുമ്പോൾ
ഇതല്ലേ ചെരിവ് കൂടുതലുള്ളത്, ഇത് 30, ഈ വലുതെന്താ 60 അല്ലേ, ചെരിവ് കുറവുള്ള 30, വലുത് 60. അപ്പം നേരത്തെ എന്താ സംഭവിച്ചത്, 30യുടെ അടുത്തുള്ളതെന്ന് വെച്ചാൽ എന്താ, 30യുടെ അടുത്തുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇത് കൂടുതലുള്ളതാണ്. ഇവിടെ അവസ്ഥ എന്താ, 30യുടെ അടുത്തുള്ള 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് എന്താ, കുറവാണ്. 60യുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ്, കൂടുതലാണ് അല്ലേ. അപ്പോൾ ഡിഫറൻറ്റ് ബേസ് വരുമ്പോൾ എന്താ, ഇവിടെ കുറവിൻ്റെ അടുത്ത് 1 ഇട്ടു, എല്ലാത്തിനും കൂടെ എന്താ 3 ഇട്ടു, 60യുടെ ഓപ്പോസിറ്റ് ഉള്ളതിന് 3. അഥവാ ഇതും തമ്മിൽ എന്താ വെച്ചാൽ 1:2. അപ്പോൾ ഇവിടെ എന്താ ഡിഫറൻറ്റ് ബേസാണ്. ഇവിടെ 30ക്ക് ഒരു ബേസും 60ക്ക് വേറൊരു ബേസും അല്ലേ. അപ്പോൾ എന്താ ഡിഫറൻറ്റ് ബേസ് ആകുമ്പോൾ എന്താ 30:60 എന്ന് പറയുന്നത് വരും. 30യുടെ ഓപ്പോസിറ്റ് എന്താ, 30യുടെ ഓപ്പോസിറ്റുള്ള എന്താ 1, 60യുടെ ഓപ്പോസിറ്റുള്ള എന്താ 3. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വ്യത്യാസം വരും. സെയിം ബേസ് ആകുമ്പോൾ 3:1 എന്നുള്ള കേസ് വരും, ഡിഫറൻറ്റ് ബേസ് ആകുമ്പോൾ 1:3. അത് ചെയ്തേ നിങ്ങൾക്കത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക. പിന്നെ ഓർക്കാനുള്ള ഒരു കാര്യം, ചില സമയത്ത് ഈ ഫിഗർ കൺഫ്യൂസിങ് ആയുള്ള രീതിയിൽ ഇത് ഇങ്ങനെ വരും. അതായത് ഇവിടെ ഒരു സെയിം ഇങ്ങനെ തന്നിട്ട് ഇവിടെ ഇങ്ങനെ, എന്നിട്ടെന്താ ഇവിടെ 30 എന്നും ഇവിടെ 60 എന്നും തരും, ഇവിടെ 60 എന്നും തരും. അപ്പോൾ നമ്മളെന്താ എങ്ങനെ ചിന്തിക്കേണ്ടത്, നമുക്കറിയാം ഇതെന്താ കേസ്, എന്താ സെയിം ബേസ് അല്ലേ അല്ലേ, ഒരേ സെയിം ബേസ് ആണോ, അല്ല സോറി സെയിം ബേസ് അല്ലേ, ഡിഫറൻറ്റ് ബേസാണ്. 30ക്ക് വേറൊരു ബേസ്, 60ക്ക് വേറൊരു ബേസാണ്, ഡിഫറൻറ്റ് ബേസാണ്. ഡിഫറൻറ്റ് ബേസ് വരുമ്പോൾ എന്താ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് 1, 60ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ഇങ്ങനെ എഴുതാൻ പറ്റുമോ, അതാണ് തെറ്റ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എഴുതി പോകും. എനിക്ക് പണ്ട് ഇങ്ങനത്തെ തെറ്റ് പറ്റുമായിരുന്നു, അത് എൻ്റെ തെറ്റല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റൂ. ഞാൻ പണ്ട് ഇങ്ങനെ 60ക്ക് ഓപ്പോസിറ്റ് പറഞ്ഞ് മുഴുവൻ ഇടും. അങ്ങനെയല്ല, മുഴുവൻ ഇടേണ്ട കാര്യമില്ലല്ലോ, കാരണം 60ക്ക് ഓപ്പോസിറ്റ് ഉള്ള മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. ഇവിടെ എന്താ നമ്മൾ മുഴുവൻ ഇടാൻ, കാരണം 60ക്ക് ഓപ്പോസിറ്റ് മുഴുവനുണ്ട്. ഇവിടെ 30ക്ക് ഇതാ പറഞ്ഞ കാര്യം എന്താ, ഇവിടെ 30യുടെ അടുത്ത് മുഴുവനുണ്ട്. പക്ഷേ ഇവിടെ എന്താ, ഇവിടെ ഡിഫറൻറ്റ് ബേസ് ആണ്. അപ്പോൾ നമ്മൾ 30:60 എന്ന് വെച്ചാൽ 1:3 ആയിട്ട് എടുക്കണം. പക്ഷേ 30ക്ക് ഓപ്പോസിറ്റുള്ള നമ്മൾ 1 ഇട്ടു, 60ക്ക് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഇടരുത്, ഇത് മാത്രമേ എടുക്കാവുള്ളൂ, 1:3 ഇങ്ങനെ എടുക്കാവുള്ളൂ. അവിടെ മറ്റേ 1:2ൻ്റെ എഫക്റ്റ് അവിടെ വരുന്നില്ല, കാരണം ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫിഗർ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ഞാൻ പറഞ്ഞ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അറിയാമല്ലോ, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഓർമ്മയിലൊന്ന് വെച്ചതാണ്. ഇത് ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ നോക്കാം. എന്താ, ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 15 സ്റ്റുഡൻസ് ഔട്ട് ഓഫ് എ മാക്സിമം ഓഫ് 25 ഇൻ എ ടെസ്റ്റ് ആർ ഗീവൻ ആസ് 13, 11, 16, 15, 18, 12, 13. റെയിൽവേ സ്റ്റേഷനിൽ നമ്പർ വയ്ക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് ഉണ്ട്. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മോഡ്സ് ഓഫ് ദിസ് സെറ്റ് ഓഫ് ഡാറ്റ. ഓക്കെ, നമ്മൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും എഴുതുമ്പോൾ എന്താ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ഏറ്റവും ചെറിയ നമ്പേഴ്സും റൈറ്റിൽ കൂടിയ നമ്പേഴ്സുമായിട്ട് എഴുതി പോവാം. അങ്ങനെ എഴുതുമ്പോഴാണ് നല്ലത്. അപ്പോൾ എന്താ, ഒരു ഗ്യാപ്പ് വിട്ടിട്ട് 13 എഴുതുക. ഓക്കെ, 13 എഴുതി. അടുത്ത എന്താ 11 ഇവിടെയും ചെറുതല്ല, അപ്പോൾ ഇവിടെ ഇടുക. ഇത്രയും ഗ്യാപ്പ് മതി, കാരണം ഇടയ്ക്ക് 12 വരത്തുള്ളൂ. പിന്നെന്താ 16, 14, 15, 16, ഇവിടെ 16 എഴുതി. പിന്നെന്താ 15 ഇവിടെ എഴുതി. പിന്നെന്താ 18, 17, 18. പിന്നെന്താ 12, ഇവിടെ ഫില്ലായി. പിന്നെന്താ 13, അപ്പോൾ 13 2 പ്രാവശ്യം വന്നു. ഓക്കെ, അതും ശ്രദ്ധിക്കണം കേട്ടോ, സ്ഥലം വിടുമ്പോൾ. കണ്ടോ സ്ഥലം വിട്ട് എഴുതാത്തതിൻ്റെ ഒരു കേടാണത്. ഓക്കെ, ഒന്നും കൂടെ ആദ്യം തൊട്ട് എഴുതാം. ആദ്യം എന്താ 13 എഴുതി, കുറച്ച് സ്ഥലം വിട്ട് 11 എഴുതി, പിന്നെ 16 ഇവിടെ എഴുതി, പിന്നെ എന്താ 15 ഇവിടെ 15 എഴുതി, പിന്നെ 18 നമുക്കിവിടെ എഴുതാം, പിന്നെ 12 എന്ന് പറയുമ്പോൾ ഇവിടെയായി, പിന്നെയും 13, സോ 2 വട്ടം 13, പിന്നെ 14, പിന്നെ 10 എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത്, പിന്നെ 22 ഇവിടെ ആയിട്ട് എഴുതാം, 22, 15 കണ്ടോ 15 പിന്നെ വന്നു, 21 ഓക്കെ,
പിന്നെന്താ 20, 18 ഇച്ചിരി ഇങ്ങോട്ട് എഴുതാം അല്ലേ, അപ്പോൾ കറക്റ്റ് ആവില്ല. ഇതാണ് ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങളൊന്ന് അങ്ങനെ എഴുതിയാൽ മതി. 18, 20, പിന്നെന്താ അല്ലല്ല 21, 20, പിന്നെന്താ 17, 24, അത്രയല്ലേ ഉള്ളൂ. 15 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ മോഡ് റിപ്പീറ്റഡ് വരുന്ന ഏതാ? 13 വരുന്നുണ്ട്, 15 വരുന്നുണ്ട്, വേറെ എന്തെങ്കിലും റിപ്പീറ്റഡ് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 13ഉം 15ഉമാണ് റിപ്പീറ്റഡ് വരുന്നത്. എന്താ? ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മോഡ്സ്. ഒറ്റക്ക വരുന്നത് എന്താ? 3 × 5 വരുന്നത് ഓപ്ഷൻസിൽ സി മാത്രമേ ഉള്ളൂ, 195. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇങ്ങനെയുള്ളൂ. ഇങ്ങനെ എഴുതിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇതിപ്പോൾ എന്താ? മോഡാണ് നമ്മളിപ്പോൾ 13ഉം 15ഉം കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ എന്താ നമ്മൾ മീഡിയൻ ആയിരുന്നെങ്കിൽ എങ്ങനെ വരും? മീഡിയൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? നടുക്കുള്ളത് എഴുതും. എങ്ങനെ? മൊത്തം 15 അല്ലേ? അപ്പോൾ നടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് 7 വരുന്ന രീതിക്ക് എടുക്കണം. 1, 2, 3, 4, 5, 6, 7 ഇവിടം വരെ 7. അപ്പുറത്തോട്ട് 1, 2, 3, 4, 5, 6, 7. അപ്പോൾ എന്തായി? 15 വരുന്നു. എന്ത് വരും? മീഡിയൻ വരുന്നത്. അങ്ങനെ നമുക്ക് എഴുതിയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, വലിയ കാര്യമൊന്നുമില്ല. അടുത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കാരണം കാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലംസ് പ്രോബബിലിറ്റിയിൽ വരുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതും കൂടെ റിവൈസ് ചെയ്യാം. അറിയാം, പ്ലേയിങ് കാർഡ്സ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർ പറഞ്ഞു വെച്ചോ. നമുക്ക് പ്ലേയിങ് കാർഡ്സ്, ഒരു കാർഡിൻ്റെ ഡെക്ക് എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എന്ന് പറഞ്ഞാൽ 52 ആണ്. ഓക്കെ, 52 കാർഡാണുള്ളത്. ഈ 52 കാർഡിനെ നമ്മൾ 2 സെക്ഷനായിട്ട് പിരിക്കുന്നു. 2 സെക്ഷനായിട്ട് ഈക്വലായിട്ട് പിരിക്കുമ്പോൾ എങ്ങനെ? 52ൻ്റെ പകുതി എന്താ? 26. അപ്പോൾ 26 ഒരു ടൈപ്പ് കാർഡ്, 26 വേറെ ടൈപ്പ് കാർഡ്. അതെന്താ ടൈപ്പ്? ഇത് റെഡാണ്, റെഡ് കാർഡ്സും ഇത് ബ്ലാക്ക് കാർഡ്സുമാണ്. ഈ 26നെ പിന്നെയും 2 പകുതികളാക്കുന്നു. 13. അപ്പോൾ 13 റെഡ് കാർഡ്സ്, 13 ബ്ലാക്ക് കാർഡ്, 13 ബ്ലാക്ക് കാർഡ്. അതിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിൻ്റെ അകത്ത് ഒരു 13 എന്ന് പറഞ്ഞാൽ ഹാർട്ട്സാണ്. ഒരു 13 എന്ന് പറഞ്ഞാൽ ഡയമണ്ടാണ്. ബ്ലാക്കിനകത്തെ ഒരു 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്സാണ്. ക്ലബ്ബ് ഞാൻ വരയ്ക്കാൻ നിൽക്കുന്നില്ല, ഞാൻ വരയ്ക്കുന്നതിൽ വൻ പരാജയമാണ്. 13 ഇസ്പേഡ് എന്നൊക്കെ പറയും നാട്ടിൽ. അത് 13 സ്പേഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡിവിഷൻ. എങ്ങനെയാണ് 52 കാർഡുകൾ മുഴുവനുണ്ട് ഒരു ഡെക്കിനകത്ത്. അതിനെ പകുതിയാക്കുന്നു. 26 ചുമന്ന കാർഡുണ്ട്, 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്. ആ 26 ചുമന്ന കാർഡിനകത്ത് അതിനെ പിന്നെയും പകുതിയാക്കുന്നു. 13 ഹാർട്ട്സും 13 ഡയമണ്ട്സും. ബ്ലാക്ക് 26 കാർഡിനെ 13 ക്ലബ്സും 13 സ്പേഡും. ഇങ്ങനെയാണ് പ്രാഥമികമായിട്ട് ഇതിൻ്റെ ഒരു ഡിവിഷൻ. അപ്പോൾ ഇത് മനസ്സിലാക്കി വെച്ചോളുക. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? എങ്ങനെ ചെയ്യാം? മൊത്തം 52 കാർഡുണ്ട്. ഇത് മൊത്തം 52 കാർഡാണ്. വളഞ്ഞും തിരിഞ്ഞുമൊക്കെ പോകുന്നു. ഇത് മൊത്തം 52 കാർഡാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എടുത്തിട്ട് 2ആയിട്ട് പിരിച്ചു. 26 റെഡും 26 ബ്ലാക്കും. അതിനകത്ത് തന്നെ ആ റെഡിനെ തന്നെ വീണ്ടും 26നെ 2ആയിട്ട് പിരിച്ചു, ബ്ലാക്കിനെ തന്നെ വീണ്ടും 26 2ആയിട്ട് പിരിച്ചു അല്ലേ? അപ്പോൾ എന്താ? 13 ആയി. അപ്പോൾ 13 ആയി അല്ലേ? അപ്പോൾ എങ്ങനെയായി? 1, 2, 3, 4, 5, 6, 7, 8, 9,
10, 11, 12, 13 അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 കണ്ടോ? 13 റെഡ് എന്താണ്? ഹാർട്ട്സ്. കണ്ടോ? ഹാർട്ട്സ് 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 എല്ലാം ഹാർട്ട്സ്. എന്താ 13 റെഡ്. പിന്നെ അടുത്ത റെഡ് എന്താ? ഡയമണ്ട്സ് 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 എല്ലാം ഡയമണ്ട്സ്. അടുത്ത ബ്ലാക്കിൽ എന്താ? ആദ്യത്തെ 13 എന്താ? ക്ലബ്ബ് 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 ക്ലബ്ബ്. അടുത്ത 13 എന്താ? സ്പേഡ് 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 അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ. മൊത്തം 52 കാർഡ്. അതിൽ 26 ചുമന്ന കാർഡ്, 26 ബ്ലാക്ക് കാർഡ്. അതിനകത്ത് തന്നെ ചുമന്ന കാർഡിനകത്ത് 13 ഹാർട്ട്സ്, 13 ഡയമണ്ട്സും, കറുപ്പിനകത്ത് 13 ക്ലബ്ബും 13 സ്പേഡും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നമ്പർ ഇടുന്നതാണ്. ഈ നമ്പർ നമ്മൾ ഇടുന്നത്, അതായത് ഇതിനെല്ലാത്തിനും നമ്പർ ഇടുമല്ലോ ഇങ്ങനെ, ഇവിടെ നിന്ന് ഇങ്ങനെ 13 എണ്ണത്തിനും. ഈ 13 എണ്ണത്തിന് നമ്പർ ഇടുമ്പോൾ ആദ്യത്തെ 1 ഒഴിവാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? 2, 3, 4, 5, 6, 7, 8, 9, 10 അതുവരെ ഉള്ളൂ. ബാക്കിയുള്ള 13-ന് നമ്മൾ നമ്പർ ഇടില്ല. കാരണം എന്താണെന്നറിയോ? ഈ ആദ്യത്തെ കാർഡിൻ്റെ പേര് നമ്മൾ എ എന്നാണ് എല്ലായിടത്തും. ഈ റെഡ് ഹാർട്ട്സിലും റെഡ് ഡയമണ്ട്സിലും ബ്ലാക്ക് ക്ലബിലും ബ്ലാക്ക് സ്പേഡിലും ആദ്യത്തേന് എന്താണ്? എ എ എ എ എന്നേ വരുള്ളൂ. എയ്സ് കാർഡ്സ് എന്ന് പറയും. എ അതുകൊണ്ടാണ് എയ്സ് കാർഡ്സ് എന്ന് പറയും. അതുകൊണ്ടാണ് എ. ബാക്കിയുള്ള എന്താ? 1, 2, 3. ഇതെന്താണെന്നറിയോ? ജെ കെ ക്യൂ. ജോക്കറും കിങ്ങും ക്യൂനുമാണ്. മനസ്സിലായി? അപ്പം ജോക്കറും കിങ്ങും ക്യൂനും ഉണ്ട്. അതിനെന്ത് പറയും? ഫേസ് കാർഡ്സ് എന്ന് പറയും. കൊള്ളാല്ലേ? ഇത് ഇവിടെയുള്ള 3 ഫേസ്. ആദ്യത്തെ എല്ലാം എയ്സ്, ഇവിടെയുള്ള 3 ഫേസ്. അപ്പോൾ ഈ ഫേസ് കാർഡ് നോക്കിയാൽ ഫേസ് കാർഡ് 3 വെച്ച് ഈ 4 റോയിലും ഇല്ല. അപ്പോൾ 3 × 4 മൊത്തം എത്ര എണ്ണം ഉണ്ട്? ഫേസ് കാർഡ് 12 ഉണ്ട്. എയ്സോ 1, 2, 3, 4 ഉള്ളൂ. ഈ ഫേസിനെയും എയ്സിനെയും കൂടെ ഒരുമിച്ച് വിളിക്കുന്നതാണ് ഓണർ കാർഡ്സ്. അതെന്താ? അത് ഒരു റോയിൽ 3, 1, 4 × 4 റോ എത്ര എണ്ണം ഉണ്ട്? 16 ഉണ്ട്. ഓക്കെ ആയില്ലേ? അപ്പോൾ ഇതാണ് ബേസിക്കലി ഉള്ളൊരു രീതി. ഞാൻ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടില്ലേ? ഇതൊന്നും മനസ്സിലായില്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഇതുപോലെ അനുസരിച്ച് നിങ്ങൾ ഈ ഫിഗർ ഒന്ന് എക്സാമിൻ ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ആ ഫിഗർ മൈൻഡിൽ നന്നായിട്ടൊന്ന് വെക്കുക. മൈൻഡിൽ രജിസ്റ്റർ ആകുമ്പോൾ ഈ പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ഞാൻ ഈ മായ്ക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഫിഗറില്ലേ, ഇവിടെ കാണുന്ന ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കിക്കോ. എന്താണ്? 52 കാർഡുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കളർ അനുസരിച്ചാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കളർ അനുസരിച്ച് 26 റെഡും 26 ബ്ലാക്കും ഉണ്ട്. ആ ബ്ലാക്കിനെ റെഡിനെയും പിന്നെയും 13 പിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിനകത്ത് 13 ഡയമണ്ട്സും 13 ഹാർട്ട്സും ഉണ്ട്. ബ്ലാക്കിനകത്ത് 13 സ്പേഡും 13 ക്ലബ്ബും ഉണ്ട്. അതിൽ തന്നെ ഈ 13 എണ്ണമുള്ള എല്ലാ റോയിലും 3 ഫേസ് കാർഡ്സും. ഏറ്റവും അവസാനം നോക്കിയേ, ജോക്കറും ക്യൂനും. ആദ്യത്തുള്ളവൻ ആസും അല്ലേ? ആദ്യത്തുള്ളവൻ എയ്സ് കാർഡുമാണ്. അതുകൊണ്ടാണ് എ എന്നിട്ടിരിക്കുന്നത്. ബാക്കി അപ്പോൾ 2 തൊട്ട് 10 വരെയുള്ള നമ്പറിങ്ങേ ഉള്ളൂ. അത് കാരണം അല്ലേ? ഓക്കെ, അപ്പോൾ മൊത്തത്തിലൊന്ന് സമ്മപ്പ് ചെയ്താൽ ടോട്ടൽ കാർഡ്സ് 52. അതിൽ റെഡ് കാർഡ്സ് എന്താ? 26. ബ്ലാക്ക് കാർഡ്സും 26. എഴുതി വെക്കുന്നവർ എഴുതി വെച്ചോ. അതിൽ തന്നെ 13 എന്താ? റെഡ് ഹാർട്ട്, 13 റെഡ് ഡയമണ്ട്. ബ്ലാക്കിനകത്ത് 13 ബ്ലാക്ക് ക്ലബ്, 13 ബ്ലാക്ക് സ്പേഡ് അല്ലേ? അപ്പോൾ ഇതിൽ ഓരോന്നിലും വീതം എന്താ? 3 3 3 3 എന്തുണ്ട്? ജെ കെ ക്യൂ. ജോക്കറും കിങ്ങും ക്യൂനും ഇതിൽ ഓരോന്നിലും 3 വീതമുണ്ട്. 3 വീതം 4 എണ്ണത്തിൽ. അപ്പോൾ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 12. അപ്പോൾ 12 എന്താ? ഫേസ് കാർഡ്സ് 12. എയ്സ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. എയ്സ് 4 എണ്ണം. ഇതിനെ രണ്ടിനെയും കൂടെ വിളിക്കുന്നത് എന്താ? ഓണർ കാർഡ്സ് എന്താ? 12 4 16 കാർഡ്. ഇത്രയൊക്കെ ഏകദേശം ഡീറ്റെയിൽ ഉള്ളൂ. ഈ ഡീറ്റെയിൽസൊക്കെ മൈൻഡിൽ നന്നായിട്ട് വെച്ചിട്ട് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാൻ പോകും. ഓക്കെ. അപ്പോൾ കാർഡ്സിൻ്റെ കാര്യമൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ? മനസ്സിലായില്ലെങ്കിൽ എന്താണ്, പഠിച്ചവർക്ക് അത് റിവൈസ് ചെയ്ത് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എഴുതി വെച്ചില്ലേ ടോട്ടൽ 52 കാർഡ്സ്, 26 റെഡ് 26 ബ്ലാക്ക്, അതിനകത്ത് അങ്ങനെ എഴുതി വെച്ചില്ലേ? അതെടുത്ത് അടുത്ത് വയ്ക്കുക.
എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: 3 cards ആർ ഡ്രോൺ വൺ ആഫ്റ്റർ അനദർ വിത്ത് റീപ്ലേസ്മെൻറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. കാർഡ്സ് വെച്ചുള്ള പ്രോബബിലിറ്റി പ്രോബ്ലംസിൽ വിത്ത് റീപ്ലേസ്മെൻറ്റ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോ. വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്നുള്ള വാക്ക് വന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഡെക്ക് ഓഫ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് എടുത്ത ശേഷം അത് തിരിച്ചു വെച്ചിട്ട് അടുത്ത പ്രവൃത്തി ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പോൾ 52 കാർഡുള്ളത് ഞാൻ ഒരെണ്ണം എടുത്ത് മാറ്റിയാൽ എന്താ 51 പക്ഷെ അടുത്തത് എടുക്കുമ്പോൾ 51 എന്നല്ല എടുക്കുന്നത്, തിരിച്ചു വയ്ക്കും, അപ്പോൾ പിന്നെ 52 ആവും. ഈ കോൺസെപ്റ്റ് അതുകൊണ്ടാണ് വിത്ത് റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആവാനായിട്ടുള്ള കാര്യം. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെൻറ്റോട് കൂടെ എന്താ ചെയ്യുന്നത്? ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ്. സോ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫസ്റ്റ് കാർഡ് എ ജാക്ക്, സെക്കൻഡ് കാർഡ് എ ബ്ലാക്ക് കാർഡ് ആൻഡ് തേർഡ് കാർഡ് ആൻഡ് ഈവൻ നമ്പേർഡ് കാർഡ്? ഓക്കെ, അതായത് 52 കാർഡുള്ള കൂട്ടത്തിൽ നിന്ന് എന്താ ഒരു കാർഡ് എടുക്കുന്നു. അപ്പോൾ ആദ്യം എടുത്ത കാർഡ് ജാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി അല്ലേ? അപ്പോൾ എന്താ ടോട്ടൽ ഔട്ട്കംസ് എന്താ? 52 എടുക്കാമല്ലോ. ഫേവറബിൾ ഔട്ട്കം എന്താ? ഈ ടോട്ടൽ ഔട്ട്കം ഫേവറബിൾ ഔട്ട്കം എന്ന് പറഞ്ഞ് പഠിച്ച് തന്നെ നിങ്ങൾ ശീലിക്കണം. അല്ലെ പ്രോബബിലിറ്റിയുടെ കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലോട്ട് ഇരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഔട്ട്കം എന്താ? 52 കാർഡല്ലേ. അപ്പോൾ 52 കാർഡ്, അതിൽ നിന്ന് എന്താ എടുക്കുന്നത്? ഒരു ജാക്ക് ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ വരച്ച പെട്ടിയിൽ, ഓർമ്മയുണ്ടോ? 52 കാർഡുണ്ട്, 2 26 റെഡും 26 ബ്ലാക്കും, അതിൽ തന്നെ 13 അതിനകത്ത് അവസാനം വരുന്ന 3 എണ്ണമാണ് ആര് വരുന്നത്? ഈ ജാക്കും ജാക്കെന്ന് ഉദ്ദേശിച്ച ജോക്കറിനെ തന്നെ കേട്ടോ. ഈ ഇത് ഞാൻ ജോക്കർ എന്നാണ് പറഞ്ഞത്, ജാക്ക് കിങ് ക്യൂൻ എന്നും പറയും. ചില സമയത്ത് നമ്മളതിനെ ജോക്കർ എന്ന് വിളിക്കും, അതുകൊണ്ടാണ് ജെ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കൺഫ്യൂഷൻ ആവണ്ട. എനിക്കിപ്പോൾ അത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഇത് പറഞ്ഞല്ലോ എന്ന് തോന്നി. ചില കേസിൽ അതിനെ ജോക്കർ എന്ന് വിളിക്കും, പക്ഷേ ജാക്ക് എന്ന് വിളിക്കുന്നത് ജെ എന്ന് നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി. ജെ ആണ് സംഭവം. ഞാൻ ഒരുപാട് ചീട്ട് അങ്ങനെ കളിക്കാത്ത ആളായതുകൊണ്ടാണ് ആ മെമ്മറിയിൽ നിന്ന് എടുത്താണ് ജോക്കർ എന്ന് ഞാൻ പറഞ്ഞത്. ജെ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഡസൻ മാറ്റർ ഇൻ മാത്സിനകത്ത് അതിനകത്ത് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ അവസാനത്തെ 3 എണ്ണം അല്ലേ ഉള്ളത് 4 എണ്ണത്തിലും കൂടെ. അപ്പോൾ എന്താ അവസാനത്തെ 3 എണ്ണത്തിൽ ഒരു റോയിൽ ഒരു ജാക്കാണുള്ളത്. അങ്ങനെ 1 2 3 4 അല്ലേ? അങ്ങനെ 4 പേരല്ലേ ഉള്ളത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 4 ജാക്കുണ്ട്. അപ്പോൾ ആദ്യം എടുത്തത് എന്താ? 52 എടുത്തതെന്ന് ആദ്യം എടുത്ത ജാക്ക് ആവാനുള്ള പ്രോബിലിറ്റി എന്താ? 4. ഓക്കെ, ഇനി എന്താ? കാർഡ് തിരിച്ചു വെച്ചു. അപ്പോൾ എന്തായി? തിരിച്ചു വെച്ചപ്പോൾ പിന്നെ 52 പിന്നെ എടുക്കുന്ന എന്താണെന്നാണ് പറഞ്ഞിരുന്നത്? സെക്കൻഡ് കാർഡ് എന്താ? ബ്ലാക്ക് എത്രയാണ് ഉള്ളത്? 26. ഓക്കെ, ഒരെണ്ണം എടുത്തിട്ട് പിന്നെയും തിരിച്ചു വെച്ചു. അപ്പോൾ പിന്നെ എന്തായി? മൊത്തം ഉള്ളത് 52. പിന്നെ എടുക്കുന്ന എന്താ? തേർഡ് കാർഡ് ആൻഡ് ഈവൻ നമ്പേർഡ് കാർഡ്. ഓക്കെ, നമ്പറുകൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ എത്ര എണ്ണം ഉള്ളത്? 2 തൊട്ട് 10 വരെ ഉള്ളത് അല്ലേ? അതിനകത്ത് ഈവൻ നമ്പർ എത്ര എണ്ണം ഉള്ളത്? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്. 5 ഈവൻ നമ്പറാണ് ഉള്ളത്. എത്ര റോയിലായിട്ടുണ്ട്? 1 2 3 4. അപ്പോൾ 4 × 5 20. അപ്പോൾ 20/52. ഇതല്ലേ പ്രോബബിലിറ്റി? 52 കാർഡുണ്ട്, അതിൽ ആദ്യം ഒരു ജാക്കിനെ എടുത്തു, 4 തിരിച്ചു വെച്ചു, പിന്നെ 52, പിന്നെ ബ്ലാക്കിനെ എടുത്തു, എന്താ 26, തിരിച്ചു വെച്ചു 52, പിന്നെ എന്താ ഈവൻ നമ്പേഴ്സ് എടുത്തു, അത് ഒരു റോയിൽ 5 എണ്ണം, അങ്ങനെ 4 റോയിൽ എന്താ 20 എണ്ണം വീതം വന്നില്ലേ? വന്നു. ഇനിയിപ്പോൾ എന്താ വെട്ടിയാൽ പോരെ? 4 എങ്ങനെ വരും? ഇത് 13 വരും അല്ലേ വെട്ടുമ്പോൾ? 13 അങ്ങനെ ഒരു 2 26 2 കൊണ്ട് വെട്ടിയ 5 ഇതെന്താ? അതൊന്നുമില്ല, അത് നമ്മൾ വെട്ടിയതിൽ തെറ്റിയതാണ്. ഒന്ന് ഫ്രഷ് ആയിട്ട് പറയാം. അപ്പോൾ പറഞ്ഞല്ലോ 52 കാർഡുള്ളതിൽ ഒരു ജാക്ക് എടുത്തു, അത് വരാനുള്ളത് 4, പിന്നെ തിരിച്ചു വെച്ചു, അപ്പോൾ പിന്നെ എന്തായി? 52. അതിൽ നിന്ന് എന്താ? ബ്ലാക്ക് എടുത്തു, അപ്പോൾ 26, പിന്നെ എന്താ? തിരിച്ചു വെച്ചു, അപ്പോൾ 52. അതിൽ നിന്ന് എന്താ എടുക്കുന്നത്? ഈവൻ നമ്പർ ഒരു റോയിൽ 4 എണ്ണം, ഒരു റോയിൽ 5 ഈവൻ നമ്പർ വെച്ച് 4 റോയിൽ എത്ര? 20, 4 × 5 അല്ലേ? അപ്പോൾ എന്താ? ഇതിന് വെട്ടുമ്പോൾ 4 52 13, ഇവിടെ വെട്ടി 2, ഇവിടെ എന്താ? 26,
ഇവിടെ എന്താ 20-നെ നമ്മൾ അവിടെ വെട്ടിയപ്പോഴാണ് പറ്റിയത്, സോറി, എന്താ 10 26 എന്ന് വെട്ടാം, പിന്നെയും പകുതിയാക്കുമ്പോൾ എന്താ 5 13 ആവും. അപ്പോൾ എന്തായി 5/13 × 26 എന്നാണ്. മുഴുവനായിട്ട് ചെയ്യാതെ നോക്കൂ, ഓപ്ഷൻസിൽ 5 ന്യൂമറേറ്റർ വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. 5/169 വരുന്നുണ്ട്, 5/338 വരുന്നുണ്ട്. 5 ഇവിടെ എന്തായാലും അടിയിൽ എന്താ 3 × 6 ഒറ്റ സ്ഥാനത്ത് 8 വരുള്ളൂ. അപ്പോൾ അത് 338 ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, കണ്ടോ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ ചെയ്തത് കണ്ടില്ലേ? അങ്ങനെയാണ് കാർഡ്സിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അത് എസ്പെഷ്യലി നിങ്ങൾ വിത്ത് റീപ്ലേസ്മെൻറ്റോ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റോ എന്നുള്ളതനുസരിച്ച് നമ്മളിവിടെ എഴുതുന്ന കണക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ 5/338 ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിന് പോവാം. ഓക്കെ, അപ്പോൾ പിന്നെയും കാർഡ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ചോദ്യം? 2 cards ആർ ഡ്രോൺ സക്സസീവ്ലി വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. കണ്ടോ, നേരത്തെ വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു, ഇപ്പോൾ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്. ഫ്രം എ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് 52 cards. ദ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് 2 aces is, അതായത് 52 കാർഡുണ്ട്, അതിൽ നിന്ന് ആദ്യം ഒരു കാർഡ് എടുത്തു, അപ്പോൾ 51 പിന്നെ ഒരു കാർഡ് എടുത്തു. മനസ്സിലായോ? തിരിച്ച് വെക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ തിരിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ 2 പ്രാവശ്യം എടുക്കുമ്പോഴും രണ്ടും എയ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യുക? 52 കാർഡുണ്ട്, അതിൽ നിന്ന് ആദ്യത്തെ എടുത്തത് എയ്സ് ആവണം. മൊത്തം എത്ര എയ്സ് ഉണ്ട്? 4. അപ്പം 4 അല്ലേ? എന്നിട്ട് തിരിച്ച് വെക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ 52 എന്നുള്ളത് 51. പിന്നെ എയ്സ് ഇനി എടുക്കാനുള്ളത് 4 എണ്ണത്തിൽ നിന്നാണോ? അല്ല, കാരണം ഓൾറെഡി ഒരു എയ്സ് എടുത്തു കഴിഞ്ഞു. അപ്പോൾ എന്താ 3 എയ്സിൽ നിന്ന് എടുക്കാനുള്ളൂ. അപ്പോൾ 3. കണ്ടോ, ഇങ്ങനെ സിമ്പിൾ ലോജിക്കാണ്. ആ സിമ്പിളായിട്ടുള്ള വിത്ത് റീപ്ലേസ്മെൻ്റ് ആണോ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ വെട്ടുമ്പോൾ എന്താ 13 3 51 വരുന്നുണ്ടോ? 7 വെച്ച് നോക്കിയാൽ 1 അല്ലേ? 7 എന്ന് പറയുമ്പോൾ 21 3 × 3 2 വരുന്ന രീതിയിൽ അതെ 17 വരും അല്ലേ? അപ്പോൾ എന്താ 17. അപ്പോൾ ഇതെന്താ 1/1 എന്നുള്ളത് എനിക്ക് ഒന്ന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ബി ഉണ്ട്, ഡി ഉണ്ട്. ബി 1/13 വരുന്നത്. അതെന്തായാലും വരത്തില്ല, 13 × 17 ഉണ്ട്. അപ്പോൾ 1/221 തന്നെ ആയിരിക്കും. 13 × 17 221 തന്നെ ആയിരിക്കും. അതാണല്ലോ, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആർക്കെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ കുണിച്ച് നോക്കുക. എന്തായി 1 ഇതല്ലേ 221 ഒന്നില്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ വിത്ത് റീപ്ലേസ്മെൻറ്റിൻ്റെയും വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിൽ പോവാം. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മുടെ എവർ ഫേവറേറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് മിക്സ്ചർ ആൻഡ് അലിഗേഷനിൽ നിന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ വായിക്കാം, നിങ്ങളും വായിക്കൂ. 80 liters of a mixture of spirit and water are in the ratio 7:9 is present in a container A. 20 liters of the mixture is transferred to another container B. So then the container A is filled with 20 liters of water. Then 32 liters of the mixture is again transferred to container B. The ratio of water to spirit of the mixture in container B is equal to what? Okay. 2 കഥ ആണ്, അല്ല ഒരു കഥയാണ്, 2 കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ക്ലാസിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന അതേ റേഷ്യോയുടെ ഫോർമാറ്റ് തന്നെയാണോ ചോദിക്കുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്താ 80 liters ഓഫ് മിക്സ്ചർ ഓഫ് സ്പിരിറ്റ് ആൻഡ് വാട്ടർ ആകുന്ന റേഷ്യോ 7:9. സ്പിരിറ്റ് ആൻഡ് വാട്ടർ എന്നുള്ള റേഷ്യോയിലാണ് 7:9 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ചോദ്യത്തിൻ്റെ അവസാനത്തെ സെൻറ്റൻസ് വായിക്കൂ. ദ റേഷ്യോ ഓഫ് വാട്ടർ ടു സ്പിരിറ്റ് ഓഫ് ദ മിക്സ്ചർ ഇൻ കണ്ടെയ്നർ ബി. കണ്ടെയ്നർ ബിയിലെ വാട്ടർ ടു സ്പിരിറ്റ് ആണ്. അപ്പോൾ റിവേഴ്സൽ ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഉറപ്പിക്കണം. റിവേഴ്സൽ ഉണ്ട് റേഷ്യോയിൽ. അപ്പോൾ അത് ചോദ്യം ചെയ്ത് പോകുന്ന വഴി നിങ്ങൾ മനസ്സിൽ നന്നായിട്ട് ഉറപ്പിക്കേണ്ട കാര്യമാണ് റിവേഴ്സൽ ഉണ്ട്. ഓക്കെ, ഇനി ഈ കാര്യമൊക്കെ വിടൂ. ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എ എന്നൊരു കണ്ടെയ്നറുണ്ട്, എന്ത് ചെയ്യും? ബി എന്ന് പറഞ്ഞ വേറെ കണ്ടെയ്നറുണ്ട് അല്ലേ? എക്കകത്ത് 80 ലിറ്റർ
മിക്സ്ചറുണ്ട്. അതിൽ സ്പിരിറ്റ് ടു വാട്ടർ എന്താ 7:9 എന്നാണ്. ആ അപ്പോൾ 80 ലിറ്ററിൽ 20 ലിറ്റർ അങ്ങോട്ട് പോകുന്നു. അതായത് 80-20 എന്ന് പറഞ്ഞാൽ 4-1 അല്ലേ? അതായത് 4-1 അങ്ങോട്ട് പോകുമ്പോൾ 4-3 ഇവിടെ അവശേഷിക്കുന്നു അല്ലേ? 4-3 ഇവിടെ അവശേഷിക്കുന്നു. അപ്പോൾ ഇത് അങ്ങോട്ട് പോയി, ഇത് അങ്ങോട്ട് എങ്ങനെ പോയി? സ്പിരിറ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ 7×3/4 9 അല്ല 7×4-1 അങ്ങോട്ട് പോയത്. 1/4 1/4. ആ പിന്നെ എന്താ, പിന്നെ എയിലോട്ട് പിന്നെ 20 ലിറ്റർ ആഡ് ചെയ്യുന്നു. അപ്പോൾ പിന്നെയും 80 ആവുന്നു അല്ലേ? ദെൻ 32 ലിറ്റേഴ്സ് ഓഫ് ദ അല്ലല്ല 20 liters mixture is transferred on the container. Then the container is filled with 20 liters of water. മിക്സർ അല്ല, വാട്ടർ, വെള്ളം ആഡ് ചെയ്യുന്നു. അപ്പോൾ മൊത്തം 80 പക്ഷെ വെള്ളം കൂടുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? എന്നിട്ട് പിന്നെ ഇതിൽ നിന്ന് പിന്നെ ഒരു 32 ലിറ്റർ കൊണ്ടുപോകുന്നു. 32 ലിറ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 5 അല്ലേ, 5-2 വരും. 5-2 വരും. അപ്പോൾ 5-2 ഇവിടുന്ന് അങ്ങോട്ട് മാറ്റുമ്പോൾ എന്നാൽ 5-3 ആവുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കാൽക്കുലേഷൻ ചെയ്ത് പോയി ഭയങ്കര സമയം പോകും. അതിലും എളുപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഈ രീതി വേണ്ട, നന്നായിട്ട് കാൽക്കുലേറ്റ് ആയി പോവും, ഭ്രാന്ത് പിടിക്കും, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ റേഷ്യോയുടെ ഇതിൽ കൊണ്ടുവന്നിട്ട് പിന്നെ ടോട്ടലിലോട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ പ്രശ്നമാണ്. അതിലും ഭേദം നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് എഴുതി വയ്ക്കാം. ഓപ്ഷൻ എ എന്താ പറഞ്ഞിട്ടുള്ളത്? 87:41. ഓപ്ഷൻ ബി പറഞ്ഞിട്ടുള്ളത് എന്താ? 131:77. ഓപ്ഷൻ സി പറഞ്ഞിട്ടുള്ള എന്താ? 77 തിരിച്ച് 131. അപ്പോൾ അവിടെ എന്തോ കളിയുണ്ട്. ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ നോക്കി വെക്കണം. ഡി എന്താ? 41:87 അല്ലേ? ഇനി നമുക്ക് പറഞ്ഞ കാര്യത്തിലോട്ടൊന്ന് ചിന്തിക്കാം. പറഞ്ഞ കാര്യം നിങ്ങൾ നോക്കൂ. എ എന്ന് പറഞ്ഞ കണ്ടെയ്നറുണ്ട്, ഇവിടെ 80 ലിറ്റർ അല്ലേ? ബി എന്ന് പറഞ്ഞ കണ്ടെയ്നർ ഇപ്പോൾ തൽക്കാലം വെറുതെ ഇരിക്കുക അല്ലേ? ആണല്ലോ, ആണ്. ഈ എ എന്ന് പറഞ്ഞ കണ്ടെയ്നറിൽ നിന്ന് എന്താ ചെയ്തത്? 20 ലിറ്റർ എടുത്ത് ഇങ്ങോട്ട് വെച്ചു. 20 ലിറ്റർ എടുത്ത് ഇങ്ങോട്ട് വെച്ചപ്പോൾ എന്താ? ഈ 80 എന്തായി? 60 ആവും. എന്നിട്ട് എന്ത് ചെയ്തു? 20 ലിറ്റർ വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. നിൽക്ക്, സ്പിരിറ്റ് ഈസ് ടു വാട്ടർ. ഇതിനകത്ത് എന്താ? 7:9. ഇതിനകത്ത് 20 ലിറ്റർ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താലും അതിൻ്റെ എന്താ? സ്പിരിറ്റ് ഈസ് ടു വാട്ടർ എന്ത് തന്നെ ആയിരിക്കും? 7:9 തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും. അതവിടെ നിൽക്കട്ടെ. എന്നിട്ട് എന്താ? 20 ലിറ്റർ ട്രാൻസ്ഫർ ചെയ്തല്ലോ. അതായത് 20 ലിറ്റർ ഇതിനകത്തോട്ട് എന്ത് ചെയ്തു? വെള്ളം ആഡ് ചെയ്തു. ഈ റേഷ്യോ നിങ്ങൾ നോക്കിയേ, 7:9. എക്കകത്ത് സ്പിരിറ്റാണ് കൂടുതൽ, വെള്ളമാണ് കൂടുതൽ? 9 വെള്ളമല്ലേ കൂടുതൽ? വെള്ളമാണ് കൂടുതൽ. അതവിടെ ഇരിക്കട്ടെ. വെള്ളമാണ് കൂടുതൽ. നിൽക്ക് ഇതിങ്ങനെ പറയണോ അതോ ഇത് അവസാനം പറയാം? ഈ വെള്ളം കൂടുതൽ കുറവുള്ളത് ഞാൻ അവസാനം പറയാം. അതിലും കാര്യമായിട്ട് വേറൊരു കാര്യം ഇപ്പോൾ പറയാം. അത് പറയുമ്പോഴേ അതിൻ്റെ ഓർഡറിൽ ശരിയാവുള്ളൂ. ദയവിത് ക്ഷമിക്കുക. അതെന്താ? ഈ 80 ലിറ്റർ ഉള്ളതിൽ നിന്ന് 20 ലിറ്റർ അല്ലേ ഇങ്ങോട്ട് എടുത്തിട്ടത്? ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ തൽക്കാലം 20 ലിറ്റർ ഉണ്ട്. പിന്നെ എന്ത് ചെയ്തു? ഇങ്ങോട്ട് പിന്നെ 20 ലിറ്റർ എടുത്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്തു? 32 ലിറ്റർ ട്രാൻസ്ഫർ ചെയ്തു. ആ 20 ലിറ്ററിൻ്റെ പുറത്തോട്ട് ഒരു 32 ലിറ്ററും കൂടെ വന്നു. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയുണ്ട്? ടോട്ടൽ ഇവിടെ 52 ലിറ്റർ കാണണം. അപ്പോൾ ബിയിൽ ടോട്ടൽ 52 ലിറ്റർ കാണണം. ബിയിൽ ടോട്ടൽ എന്ത് കാണണം? 52 ലിറ്റർ കാണണം. ചോദിച്ചിരിക്കുന്നത് എന്താ? റേഷ്യോ ഓഫ് വാട്ടർ ടു സ്പിരിറ്റ് ഇൻ കണ്ടെയ്നർ ബി. കണ്ടെയ്നർ ബിയിലെ വാട്ടറിൻ്റെ സ്പിരിറ്റിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പോൾ ആ റേഷ്യോ ഇല്ലേ 7-9, അല്ലെങ്കിൽ എന്താണ് റേഷ്യോ? ആ റേഷ്യോ കൂട്ടുമ്പോൾ ഒന്നില്ലെങ്കിൽ 52 കിട്ടണം, അല്ലെങ്കിൽ 52ൻ്റെ മൾട്ടിപ്പിൾസ് കിട്ടണം അല്ലേ? അപ്പോൾ ബിയിലെ വാട്ടർ ടു സ്പിരിറ്റ് ആണെങ്കിലും സ്പിരിറ്റ് ടു വാട്ടർ ആണെങ്കിലും, കാരണം വാട്ടറും സ്പിരിറ്റും അല്ലേ ബിയിലുള്ളൂ, വേറെ ആരൊന്നും ഇല്ലല്ലോ, വേറെ ആരും ഇതിൻ്റെ കൂടെ ചാടിയൊന്നും വന്നില്ലല്ലോ. ബിയിൽ എന്താ? വാട്ടറും സ്പിരിറ്റുമേ ഉള്ളൂ. അപ്പോൾ ബിയിലുള്ള വാട്ടർ ടു സ്പിരിറ്റ് ആണെങ്കിലും സ്പിരിറ്റ് ടു വാട്ടർ ആണെങ്കിലും അതിൻ്റെ എന്താ റേഷ്യോ കൂട്ടുമ്പോൾ എന്താ? ഒന്നില്ലേ 52 വരണം, അല്ലെ 52ൻ്റെ മൾട്ടിപ്പിൾസ് വരണം അല്ലേ? 52ൻ്റെ മൾട്ടിപ്പിൾസ് വരണം. അപ്പോൾ എന്താ? അപ്പോൾ പിന്നെ ഓപ്ഷൻ അങ്ങനെ പോയി നോക്കിയാൽ പോരെ? വെറുതെ ഇങ്ങനെ വരച്ച് നേരത്തെ ചെയ്തോടെ നോക്കണോ? ഇല്ല. നോക്കുമ്പോൾ എന്താ? 87 41 എന്ത് വരുന്നു? 128 വരുന്നു. 128 52ൻ്റെ ഫാക്ടറാണോ? അല്ല. അപ്പോൾ അതല്ല. 131 77 എന്ത് വരുന്നു? 208 വരുന്നു. 208 52ൻ്റെ ഫാക്ടറാണോ?
അതെ, 52 × 4 അല്ലേ? അപ്പോൾ ബി ആവാൻ സാധ്യതയുണ്ട്. സിയു ആവാം, കാരണം നേരെ തിരിച്ചിട്ടിരിക്കുന്നത് 77 131. ഞാൻ പറഞ്ഞ പോലെ സ്പിരിറ്റ് വാട്ടർ ആണെങ്കിൽ വാട്ടർ സ്പിരിറ്റ് ആണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയാ ഒന്നിലെ 52, അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ സിയും ആവാം. ഡിയോ? ഡി എന്താ? 8. പിന്നെ അത് തന്നെ, അതും എന്താ? തിരിച്ചിട്ടിരിക്കുന്ന. അതുകൊണ്ട് ഓപ്ഷൻസ് ഇങ്ങനെ കേട്ടോ, തിരിച്ചിരിച്ചിട്ടിരിക്കുക. അപ്പോൾ അതും വരത്തില്ല. അതുകൊണ്ട് ഓപ്ഷൻസ് തന്നെ അവർ നമ്മൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇത് നോക്കിയിട്ട് ബുദ്ധി പ്രയോഗിച്ച് ചെയ്തോളൂ, നിങ്ങൾക്ക് അതിനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഒരു മാത്തമാറ്റിക്സിൽ നമ്മളെപ്പോഴും നമുക്ക് അറിയുന്ന ഫോർമുല അതുപോലെ നമുക്ക് അറിയുന്ന ആപ്ലിക്കേഷൻസ് എടുത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കുറച്ച് ലേസി ആയിരിക്കണം, നമ്മൾ കുറച്ച് മടി ഉണ്ടാവണം. മടി ഉണ്ടെങ്കിൽ നമ്മളെന്താ, മടിയനാണ് പെട്ടെന്ന് പോയിട്ട് എന്താ, സ്റ്റീവ് ജോബ്സ് പറഞ്ഞ പോലെ ഐ വിൽ എൻട്രസ്റ്റ് എ ലേസി പേഴ്സൺ വിത്ത് ദാറ്റ് ജോബ് എന്ന് പറയില്ല. അതിൻ്റെ കാരണം എന്താ, മടിയുള്ളവൻ പോയിട്ട് ഇങ്ങനെ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ നോക്കും. അപ്പോൾ ഈ 2 ഓപ്ഷനല്ലേ നമുക്ക് മനസ്സിലായില്ലേ? പിന്നെ ഈ 2 ഓപ്ഷനാണ്. ഈ 2 ഓപ്ഷൻ ലോജിക്ക് വെച്ച് നമുക്ക് ചെയ്തുകൂടെ? കാരണം എന്താ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഇതിലോട്ട് വരൂ. ചോദ്യത്തിലോട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താ, ദ റേഷ്യോ ഓഫ് വാട്ടർ ടു സ്പിരിറ്റ്. എന്തിൽ ബിയിലുള്ള വാട്ടർ ടു സ്പിരിറ്റാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ബിയിൽ നമുക്കറിയാം 52 ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഒന്നില്ലേ ഇത്, ഒന്നില്ലെങ്കിൽ ഇത്. ഇനി ബിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കൂ. ആദ്യം എയിൽ 80 ലിറ്റർ ഉണ്ടേ, അതിൽ നിന്ന് 20 ലിറ്റർ ചാടിച്ചു. പക്ഷേ ആ ചാടിച്ചതിൻ്റെ റേഷ്യോ എന്താ? ഇവിടുന്ന് 7:9 പോയാൽ അവിടെ 7:9 ആയിരിക്കും. 7 എന്താ? സ്പിരിറ്റ്. 9 എന്താ? വാട്ടർ. ഏതാ കൂടുതൽ? വാട്ടറാണ് കൂടുതൽ ബിയിൽ. അപ്പോൾ അത് മാത്രമല്ല എന്നിട്ട് എയിൽ എന്താ ചെയ്തത്? എയ്ക്കകത്തോട്ട് എന്താ ആഡ് ചെയ്തത്? പിന്നെയും വാട്ടർ ആഡ് ചെയ്തത്. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഇവിടെ പിന്നെയും വാട്ടറായി കൂടുതൽ. ഒന്നാമതേ വാട്ടർ കൂടുതലാണ്, 9. പിന്നെയും വാട്ടർ കൂടുതൽ, എന്താ 32 ലിറ്റർ ആഡ് ചെയ്തു. എന്നിട്ട് ആ കൂടിയ വാട്ടർ തന്നെയല്ലേ പിന്നെ ആഡ് ചെയ്തത്? മനസ്സിലായോ? ആ കൂടിയ വാട്ടർ തന്നെയാണ് ബിയിലോട്ട് പിന്നെ ആഡ് ചെയ്തത്. അപ്പോൾ എങ്ങനെ വന്നാലും ബിയിൽ എന്താ, വാട്ടറാണ് ഭൂരിപക്ഷം, വാട്ടറാണ് ഇലക്ഷൻ ജയിച്ചത്. അപ്പോൾ ബിയിൽ എങ്ങനെ വന്നാലും വാട്ടറാണ് സ്പിരിറ്റിനേക്കാൾ കൂടുതൽ. അപ്പോൾ വാട്ടറാണ് സ്പിരിറ്റിനേക്കാൾ കൂടുതൽ വരുള്ളൂ. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇതിൽ നിന്ന് അങ്ങോട്ട് ആഡ് ചെയ്തു ഫസ്റ്റ്, പിന്നെ എന്താ, ഇതിൽ വെള്ളം കൂട്ടിയിട്ട് പിന്നെ ആഡ് ചെയ്തു. അപ്പോൾ എങ്ങനെ വന്നാലും ബിയിൽ എന്താ, വെള്ളമേ കൂടുതൽ വരുള്ളൂ. നമുക്ക് വരേണ്ട ഉത്തരം ഏതാ? ഇത് രണ്ടും, വാട്ടർ ടു സ്പിരിറ്റ്. ഇതിലേതാ വാട്ടർ കൂടുതലുള്ളത്? 131 ആണോ കൂടുതൽ, 77 ആണോ കൂടുതൽ? മറ്റേനെക്കാട്ടും ഇതല്ലേ കൂടുതൽ. അപ്പോൾ ഇതാണ് ഉത്തരം, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഒരുപാട് കാൽക്കുലേഷനിൽ ഡിപ്പെൻഡ് ചെയ്യാതെ പ്യുവർ അപ്ലൈഡ് ലോജിക്കിൽ നമ്മൾ എന്താ ചെയ്തു. ആ അപ്ലൈഡ് ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കണക്കിൻ്റെ ഓപ്ഷൻസ് വരെ നല്ല മനോഹരമായിട്ട് അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയാം, നിങ്ങളുടെ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൽ ലേസി ആയിരിക്കണം. യു ഷുഡ് ബി ലേസി. എങ്ങനെ സ്റ്റെപ്സ് കുറച്ച് ചെയ്യാം, എങ്ങനെ നോക്കി പെട്ടെന്ന് ചെയ്യാം, എങ്ങനെ ഷോർട്ട് കട്ട്സിലൂടെ ചെയ്യാം. അപ്പോഴാണ് നമ്മൾ SSC, ബാങ്ക് അല്ലെങ്കിൽ അതുപോലുള്ള എക്സാംസിൽ, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ടൈം സേവ് ചെയ്തിട്ട് ചെയ്യുക. ഇതൊന്ന് മനസ്സിലായല്ലോ? നല്ല കാൽക്കുലേറ്റീവ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ച് ചെയ്ത് കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാൽക്കുലേഷൻസ് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും തൽക്കാലം ഇത്രയും മതി. നെക്സ്റ്റ് പാർട്ട് വരും, കാരണം അറ്റൻഷൻ സ്പാൻ ഏകദേശം തീരാനായി എല്ലാവരുടെയും. അപ്പോൾ ഇന്നിത് മതി, നന്നായിട്ട് പോയിട്ട് റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ കാർഡ്സിൻ്റെ കാര്യത്തിൽ ജോക്കറിന് എന്താണ് നമ്മുടെ ജാക്കിന് ജോക്കർ എന്ന് വിളിച്ചാൽ എന്താണ് ഖേദം പ്രകടിപ്പിക്കുന്നു. ഞാൻ ഒരുപാട് ചീട്ടൊന്നും കളിക്കാറില്ല, എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയുമില്ല. ജസ്റ്റ് പ്രോബബിലിറ്റി പഠിപ്പിക്കാൻ വേണ്ടി മാത്രം അതിനകത്ത് നോക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ അതിൽ നിന്ന് വന്നൊരു പിഴവാണ്. സോ ഐ അപ്പോളജൈസ് ഫോർ ദാറ്റ്. നിങ്ങൾ നന്നായിട്ട് പോയി പ്രാക്ടീസ് ചെയ്തോളുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.